ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. നമോ നമഃ ശ്രീ ഗുരുവായൂരപ്പ. ശ്രീലളിതാംബികായൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇരുപത്തി 6 ശ്ലോകങ്ങൾ വരെയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത്. പഠിച്ചോ എന്നുള്ളത് അറിയില്ല. അതുപോലെ 69 മന്ത്രങ്ങൾ. ഇന്ന് 27ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. ആ ശ്ലോകത്തില് 2 മന്ത്രമാണുള്ളത്. വലിയ 2 മന്ത്രങ്ങളാണ്. കഴിഞ്ഞ ശ്ലോകത്തെ പോലെ തന്നെ 70ഉം 71 മന്ത്രങ്ങൾ. എല്ലാവർക്കും ഇതുവരെയുള്ളതൊക്കെ ഏകദേശമൊക്കെ ഓർമ്മയുണ്ടാവും. ഭഗവതി അവതരിച്ച ഭഗവതിയുടെ രൂപമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ യുദ്ധത്തിനുള്ള പുറപ്പാടാണ്. ശക്തിസേനാ സമന്വിത എന്ന് കണ്ടു. സമ്പത്കരി ദേവിയെ കൊണ്ട് സമ്പത്കരി എന്നുള്ളത് കണ്ടു അല്ലെ. ഒപ്പം അശ്വാരൂഢ എന്നുള്ളത് കണ്ടു. ഇങ്ങനെയെല്ലാം. പിന്നെയുള്ള ചക്രങ്ങളാണ്. ദേവിയുടെ ചക്രം, പ്രധാന ചക്രം, ചക്രരാജം എന്ന് പറയുന്ന ചക്രത്തെക്കുറിച്ച് ആ യുദ്ധഭൂമി നമ്മുടെ മനസ്സിലൊന്ന് വേണം. കാരണം എല്ലാ തരത്തിലുള്ള സന്നാഹങ്ങളോടും അല്ലെ എന്തെല്ലാമാണോ അറേഞ്ച്മെന്റ് വേണ്ടത്, യുദ്ധത്തിന് വേണ്ട യുദ്ധക്കോപ്പുകളും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും, ഒരു യുദ്ധത്തിന് പോകുമ്പോഴുള്ള രഥത്തിന്റെ അണിഞ്ഞൊരുങ്ങലും എല്ലാമായിട്ട് സാക്ഷാൽ ദേവിയുടെ രഥത്തിന്റെ പേര് ചക്രരാജം. ആ ചക്രരാജ സർവ ആയുധ പരിഷ്കൃത, എല്ലാ ആയുധങ്ങളെയും പരിഷ്കരിക്കുന്ന, അത്രയും പരിഷ്കരിച്ച് വേണ്ടവണ്ണം അമ്മ പുറപ്പെട്ടു, അല്ലെങ്കിൽ അമ്മ യുദ്ധത്തിനായി ഒരുങ്ങി എന്ന് പറഞ്ഞപ്പോ ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത. അതിനുശേഷം ഏതായിരുന്നു രഥം? ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോന്ന് അറിയട്ടെ. എല്ലാവരും ഒരു മുങ്ങി ഉള്ള അവസ്ഥയിലാണ്. അതെ, മുഖത്ത് നോക്കി അറിയാം. എനിക്ക് മുഖത്ത് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയാം. എന്തായാലും കോട്ടുവായൊന്നും എടുത്തില്ല. സമാധാനം. അപ്പൊ കേയചക്രം, പ്രധാന ചക്രം, ചക്രരാജം എന്ന രഥത്തിന്റെ എല്ലാ തരത്തിലുമുള്ള സർവ്വ ആയുധങ്ങളോടും കൂടി സാക്ഷാൽ മഹാദേവി ലളിതാ പരമേശ്വരി ഭണ്ഡാസുരനെ വധിക്കുവാനായി, ഭണ്ഡാസുരന്റെ സൈന്യങ്ങളെ വധിക്കുന്നതിനായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. ഇത് ഇന്നും ഇന്നലെയോ ഒന്നും ഉണ്ടായതൊന്നുമല്ല. പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലാന്ന് ഓർക്കണം. ഈ പ്രപഞ്ചം എന്തുണ്ടായോ അന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു തലം വെച്ച് നമ്മുടെ ചെറിയ തലത്തിലൊന്നും ഇതിനെ ഉൾക്കൊള്ളരുത്. അങ്ങനെ ഉൾക്കൊള്ളാനേ പറ്റൂ. അപ്പോ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ചിന്തിച്ചാൽ ഇതിപ്പോ അങ്ങനെ ഒരുപാട് താത്വികമാണിത്. എങ്കിലും ഒരു മഹാഭാരത യുദ്ധം പോലെ ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ വലിയ ഇതാണ്. അതിന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ. ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ, ലളിതോപാഖ്യാനവും ഭണ്ഡാസുരവധവും ലളിതാ പ്രാദുർഭാവവും ഒക്കെ പറയുന്നത് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ്. പക്ഷെ ബ്രഹ്മാണ്ഡ പുരാണത്തില് അമ്മ ഇങ്ങനെ ഉദിച്ചു വന്ന് ആ സമയത്ത് സ്തുതിച്ചതാണ് അല്ലെ. ഇത് ഹയഗ്രീവ അഗസ്ത്യ സംവാദേ, ഹയഗ്രീവിനും അഗസ്ത്യനും കൂടെ സംസാരിച്ചിട്ടുണ്ടായിട്ടുള്ള അത് ഉത്തരഖണ്ഡേ ഹയഗ്രീവ അഗസ്ത്യ സംവാദേ ലളിതാ സഹസ്രനാമ സ്തോത്ര കഥനം നാമ അഷ്ടമോധ്യായ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഒരു ലളിതാ സഹസ്രനാമ സ്തോത്രം ബ്രഹ്മാണ്ഡ പുരാണത്തിലില്ല. അത് ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോ നമുക്ക് ലഭ്യമായിട്ടുള്ള ബ്രഹ്മാണ്ഡ പുരാണത്തിൽ എത്രയോ വർഷങ്ങളായിട്ടില്ല, യുഗങ്ങളായിട്ടില്ല. ആ ബ്രഹ്മാണ്ഡ പുരാണത്തില് ഈ ലളിതാ സഹസ്രനാമ സ്തോത്രം ഇല്ല.
എന്നാൽ ലളിതാ സഹസ്രനാമ സ്തോത്രം ഈ പ്രപഞ്ചത്തിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അവിടെ ലളിതാസ്തവം എന്ന് പറയുന്ന രീതിയിൽ ഒരു സ്തുതി മാത്രമാണ് അതിലുള്ളത്. പക്ഷെ അതിൽ ലളിതോപാഖ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് അമ്മയുടെ വരവും അമ്മയുടെ യുദ്ധവും കാര്യങ്ങളൊക്കെ. അതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ആ ലളിത ആരാണ് എന്ന് പറഞ്ഞു തരുന്ന രീതിയിലാണ് ഓരോരോ ഘട്ടങ്ങളും അമ്മ ചെയ്ത കർമ്മകുശലതയെ കുറിച്ചിട്ടാണ്, യുദ്ധത്തിന്റെ നൈപുണ്യത്തെ കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന മന്ത്രങ്ങള്. ഇപ്പൊ ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതാണ്. ഒപ്പം മറ്റു മന്ത്രങ്ങളിൽ വരുമ്പോ ഇനി കുറച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാണ്ഡ പുരാണം ഒക്കെ ഇങ്ങോട്ട് പോകും, ഈ കഥകളൊക്കെ പോകും. ഈ ദേവി ഇങ്ങനെയൊക്കെ എന്തിനു വേണ്ടി ജനിച്ചു, ദേവകാര്യത്തിന് വേണ്ടി ജനിച്ചു, ഭണ്ഡാസുരനെ വധിക്കാൻ, അത് തീരണല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധ പുറപ്പാട് കഴിഞ്ഞ് ഭണ്ഡാസുരനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയെ കുറിച്ച് എന്ത് പറയാനാ? പിന്നീടാണ് അമ്മ ഈ ലളിതാ പരമേശ്വരി ആരാണെന്ന് പറയുമ്പോഴാണ് നമ്മളെല്ലാം അത്രയ്ക്കും ഗഹനമാണ്. അവിടെയൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. എനിക്കൊന്ന് മ്യൂട്ട് ചെയ്യണം. അപ്പോ ചക്രരാജരഥത്തിൽ സാക്ഷാൽ ലളിതാ പരമേശ്വരി പരമഭട്ടാരിയായിട്ടുള്ള അമ്മ ത്രിപുരസുന്ദരി യുദ്ധത്തിനായിട്ടെല്ലാം ഒരുങ്ങി വന്നപ്പോ അമ്മയുടെ അടുത്ത് ഗേയചക്രം എന്ന രഥത്തിൽ ഗേയചക്രരഥാരൂഢ മന്ത്രിണി പരിസേവിത. അങ്ങനെ മന്ത്രിണി സാക്ഷാൽ പ്രധാനമന്ത്രി എന്ന് തന്നെ പറയാം അല്ലെ. രാജാവ് വരുമ്പോ തൊട്ടടുത്ത് മന്ത്രി ഉണ്ടാവണം. പ്രധാനമന്ത്രി എന്ന് തന്നെ നമുക്ക് നമ്മുടെ ഒരു സങ്കല്പത്തിന് വേണ്ടി എടുക്കാം. ഇത് മന്ത്രിണി എന്ന് പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ കഴിഞ്ഞ ദിവസം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. മന്ത്രത്തെ നയിക്കുന്നവളാണ്. ലളിതാ ത്രിപുര സുന്ദരിയുടെ ഉപാസനാ പാരമ്പര്യത്തെ വേണ്ടവണ്ണം കൊണ്ടു നടക്കണമെങ്കിൽ അത് എങ്ങനെ വേണം, ഏത് വേണം എന്നൊക്കെ നിശ്ചയിക്കുന്ന ദേവതയാണ് മന്ത്രിണി എന്ന് പറയുന്ന ദേവത. ആ മന്ത്രിണി ഏത് ദേവതയാണ് എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കരിമ്പിൻ വില്ലിൽ നിന്നുണ്ടായ ദേവത. ആ ദേവിയുടെ പേര് വല്ലതും പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ? മാതങ്കി. അത് പറഞ്ഞ പോലെ സംഗീത ദേവതയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചക്രങ്ങളും ഷടാധാരും സരിഗമ പതിച്ച പാട്ടുപാടിയിലൊക്കെ പറഞ്ഞു തന്നതാണ്. എല്ലാം മറന്നുപോയോ? അപ്പോ ഇതിൻ്റെതായിട്ടുള്ള ശബ്ദത്തിന്റെ ഉദാത്ത അനുദാത്ത സ്വരിതം എന്നുള്ള അതിന് ശബ്ദ തരംഗം എന്ന് പറയുന്ന അതിന്റെ പൂർണ്ണ ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്ന അമ്മയാണ്. അതിന്റെ നിയന്താവാണ്, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവളാണ്. അപ്പൊ അതാണ് മന്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ ഒരു ബുക്കിൽ എഴുതിയാൽ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പണ്ടില്ലല്ലോ. മന്ത്രം മനനാൽ ത്രായത്, മനസ്സുകൊണ്ട് ത്രാണം ചെയ്ത് അത് കിട്ടുന്നത് എങ്ങനെയാണ്? ശ്രുതിയായിട്ടാണ്, കേട്ടിട്ടാണ്. ഗുരുനാഥൻ ശിഷ്യന്റെ വലത്തെ ചെവിയിലൂടെ അല്ലെങ്കിൽ നേരിട്ട് ഇരുത്തിയിട്ട് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോണ്ടാവുന്ന ശബ്ദബീജികളാണ് പിങ്കളാ നാടിയിലേക്ക് കയറാൻ പറ്റുന്ന തരത്തിലുള്ള വലത്തെ ചെവിയിലൂടെ. ഇപ്പൊ ഗായത്രി ഉപദേശമൊക്കെ അങ്ങനെയാണല്ലോ. അത് സ്വീകരിക്കാൻ ബോഡിക്ക് പറ്റണമെങ്കിൽ ഒഴിക്കുന്ന സ്ഥലം അങ്ങോട്ട് പോകണതായിരിക്കണം. അത് പിങ്കളാ നാടിയാണ്. പക്ഷെ പിങ്കളാ നാടി എന്ന് പറയുന്നത് ഗിവിങ് എനർജിയൊക്കെയാണ്. അത് പിന്നെ അങ്ങോട്ട് പോയാൽ വേറെ തലത്തിലേക്ക് പോകും. ഞാൻ ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല, നമ്മൾ മന്ത്രം തീരണ്ടേ. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള മന്ത്രത്തിൻ്റെതായ അപ്പൊ ഒരു എന്തും ചെയ്യണം, മന്ത്രിക്കാം. അത് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിയുടെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഇലക്ഷൻ ആൾക്കാരോട് ചോദിച്ചാൽ പറയും മന്ത്രി മന്ത്രി. പക്ഷെ അത് സംസ്കൃത വാക്കാണ്. മന്ത്രം ജപിക്കുന്നവരാണ് മന്ത്രി. ശരിക്ക് മനസ്സിനെ ത്രാണം ചെയ്ത് പക്വത വന്നവനാണ്. ഇതൊട്ടും പക്വത ഇല്ലാത്തവരാണ്. തനോതി തനു വിസ്താരെ, എല്ലാ തരത്തിലുള്ള പ്രപഞ്ചത്തോളം വികാസം വരുത്തുന്നതാണ് തന്ത്രം. അവിടെയാണ് തന്ത്രി എന്ന് പറയുന്ന ശക്തി. തന്യതേ വിസ്താരിതേ അനേന ഇത് ജ്ഞാനം തന്ത്രം. വികസിച്ച് പ്രപഞ്ചത്തോളം വലുതാവാൻ കഴിവുള്ളവനാണ് ശരിക്കും തന്ത്രി. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഗേയചക്രരഥത്തില് പ്രധാനമന്ത്രി എന്ന സ്ഥാനത്ത് അമ്മയുടെ കൂടെ നിലയുറപ്പിച്ചു. ഗേയചക്രത്തില്. അതിനു മുമ്പ് നമ്മൾ കുതിരപ്പട കണ്ടു, ആനപ്പട കണ്ടു, അതൊക്കെ കുറെ പടകളുണ്ട് വേറെ. ആ ഒരു യുദ്ധഭൂമി ഇങ്ങനെ നമുക്ക് മനസ്സിൽ വരാൻ വേണ്ടി ഞാനിത് പറയുന്നത്. അടുത്തത് പറയാണ്,
കിരിചക്രരഥാരൂഢദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്തവഹ്നി പ്രാകാരമധ്യമ. ഇത് ഒട്ടുമിടയ്ക്ക് മുറിക്കരുത്, മുറിച്ച അർത്ഥം പോകും. രണ്ട് മന്ത്രമാണുള്ളത്. ഇതുവരെ പഠിപ്പിച്ച ഗേയചക്രരഥാരുടെ മന്ത്രിണി പരിസേവിത വരെ ഉള്ളതെല്ലാം അക്ഷരത്തെറ്റ് കൂടാതെ അർത്ഥസ്മരണയോട് കൂടിയിട്ട് ചൊല്ലാൻ പഠിച്ചിട്ടുണ്ടാവും എന്നൊരു ആശ്വസിക്കുകയാണ് ഞാൻ. എന്തായാലും അടുത്ത പ്രാവശ്യം ആരെ കൊണ്ടെങ്കിലും ഇത് ചൊല്ലിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരാളെ പേര് പറഞ്ഞിട്ട് അവര് അത്ര അങ്ങോട്ട് ചെല്ല, സമയം ഒരു 5 മിനിറ്റ് അല്ലേ പോകുള്ളൂ. ഇവിടെ ആദ്യത്തെ മന്ത്രം കിരിചക്രരഥാരൂഢദണ്ഡനാഥ പുരസ്കൃത. അവിടെ കൃത എന്നാണ് അമ്മയുടെ പേര്. അമ്മയുടെ പേരെന്നല്ല, ആ മന്ത്രത്തിന്റെ ഭാവം. ചെയ്യപ്പെട്ടവൾ കൃത, കൃതം ചെയ്യപ്പെട്ടത് അല്ലെ, കൃതയുഗം എന്ന് വെച്ചാൽ ചെയ്യപ്പെട്ട യുഗം. എന്ത് ചെയ്യപ്പെട്ടു? ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും പുരുഷാർത്ഥങ്ങൾ പൂർണ്ണമായി ചെയ്യപ്പെട്ടത് കൊണ്ടാണ് കൃതയുഗം. അവിടുന്ന് ഒരെണ്ണം ഒഴിഞ്ഞുപോയി. ധർമ്മം ഒരു കാലം ഒടിഞ്ഞു. ധർമാർത്ഥം കാമം കൊണ്ട് ധർമ്മം ഇല്ലാതെ ആയപ്പോ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന രീതിയിൽ അതിന്റെ പൂർത്തീകരണത്തിനായിട്ട് ത്രേതായുഗം 3 ഉള്ളതാണ്. പിന്നെ ധർമ്മവും പോയി, മോക്ഷവും പോയി. അപ്പോഴാണ് ദ്വാപരയുഗം 2 അവിടെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അർത്ഥവും കാമവും ഒക്കെ ഇഷ്ടം പോലെ ആക്കിക്കൊണ്ട് മോക്ഷ ഉപദേശിച്ച കൃഷ്ണനായിട്ട് ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതാണ്. പിന്നെ കലിയുഗത്തിലെല്ലാം വിപരീതാണ്. സർവേ വിപരീത ഭവന്തി കലയുഗേ ഭവിഷ്യന്തി കലയുഗേ. കലിയുഗത്തിലെല്ലാം വിപരീതാവും. ഇവിടെ കൃതമായി ചെയ്യപ്പെട്ടത് എന്തു ചെയ്തു? പുരസ്കൃത, മുമ്പിലായി ചെയ്യപ്പെട്ടു. പുര എന്നുവെച്ചാൽ മുമ്പിൽ, മുമ്പിൽ ചെയ്യപ്പെട്ടത്. മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ എന്ന് വേണം അർത്ഥം എടുക്കാൻ. ഇവിടെ അമ്മയുടെ മുമ്പിൽ ആരെയോ നിർത്തി അങ്ങനെ കൃതമാക്കി, അവിടെ നിൽക്ക്, അവിടെ പോയി നിന്ന് വേണ്ടത് ചെയ്യ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരർത്ഥാണ്. അത് മുഴുവൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാവും. എന്താണ്, ആരെയാണ് മുന്നിലാക്കിയത്? ദണ്ഡനാഥ. ദണ്ഡനാഥയെ പുരസ്കൃതമാക്കി അമ്മ നിന്നു. അപ്പൊ ദണ്ഡനാഥ എന്ന് പറയുന്ന ഒരു ദേവിയുടെ വരവാണ് ഇവിടെ. മന്ത്രിണി എന്ന് പറയുന്ന, പ്രധാനമന്ത്രി എന്ന് പറയുന്ന സാക്ഷാൽ രാജമാതങ്കി എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പുറപ്പെടുവിക്കുമ്പോ ദണ്ഡനാഥ എന്ന് പറയുന്ന മറ്റൊരു ദേവി മറ്റൊരു രഥത്തിൽ മുന്നിട്ട് വന്ന അമ്മയുടെ മുമ്പിൽ നിലയുറപ്പിച്ചു. കാരണം അമ്മയിലേക്കൊന്നും സംഭവിക്കരുത്. അപ്പൊ അത് ആരായിരിക്കാം? അത് അമ്മയുടെ ആഭ്യന്തരമന്ത്രി ആവണം, സൈന്യാധിപൻ അല്ലെ. പ്രധാനമന്ത്രിയായി ഈ സൈന്യാധിപൻ വേണമല്ലോ. ആ സൈന്യാധിപന്റെ പേര് ദണ്ഡനാഥ. ദണ്ഡനം ചെയ്യുന്നവളാണ്, ദണ്ഡിക്കുന്നവളാണ്. ദണ്ഡത്തിന്റെ, ദണ്ഡം എന്ന് വെച്ചാൽ ശിക്ഷ, ശിക്ഷയുടെ നാഥയാണ്. അതായത് സൈന്യം ആരെ കൊല്ലണം, ആരെ ശിക്ഷിക്കണം, ആരെ തുറുങ്കിലടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന, അത് പ്രധാനമന്ത്രിയും ഒക്കെ ആണെങ്കിൽ തന്നെ, രാജാവൊക്കെ ആണെങ്കിലും അതിന്റെ തീരുമാനം എടുക്കേണ്ടത് എപ്പോഴും ആയുധം വെച്ചിട്ടുള്ള കളി. അതുകൊണ്ടാണ് ദണ്ഡനാഥ പുരസ്കൃത. ദണ്ഡനാഥയെ മുമ്പിൽ നിർത്തി, യുദ്ധത്തിന്റെ മുമ്പിൽ, അമ്മയുടെ മുമ്പിലാണ് നിർത്തിയത്. ആ ദണ്ഡനാഥ മറ്റൊരു ചക്രത്തിലാണ്, ഒരു രഥത്തിലാണ് എഴുന്നള്ളിയത്. ചക്രരാജം എന്ന രീതിയിൽ തന്റെ സ്വന്തം രഥത്തിൽ അമ്മ എഴുന്നള്ളിയപ്പോൾ ഗേചക്രരഥം എന്ന രഥത്തിൽ രാജമാതങ്കി പ്രധാനമന്ത്രിയായി എഴുന്നള്ളിയപ്പോ കിരിചക്രം എന്ന് പറയുന്ന ചക്രത്തിന്റെ കിരിചക്രരഥം എന്ന് പറയുന്ന രഥത്തിൽ ദണ്ഡനാഥയെ മുമ്പിലാക്കി നിർത്തി എന്നർത്ഥം. അപ്പോ കിരിചക്രത്തിൽ ആരോഹണം ചെയ്ത ദണ്ഡനാഥയാൽ സേവിക്കപ്പെട്ടവൾ എന്നേ ഉള്ളൂ. പുരസ്കൃത എന്ന് പറയുമ്പോൾ സേവിക്കപ്പെടുക എന്നുള്ള അർത്ഥം ഉണ്ടോന്ന് വെച്ചാൽ മുന്നിൽ ചെയ്തു. ആ ദേവി സേവിച്ചത് എങ്ങനെയാണ്? അമ്മയുടെ ശരീരത്തിലേക്ക്, അല്ലെ അമ്മയ്ക്ക് യാതൊരു തടസ്സവും ഒരു ദുരിതവും ഒരു മുറിവും ഏൽക്കാതിരിക്കാൻ മുമ്പിൽ തന്നെ പടച്ചിട്ട പോലെ നിലയുറപ്പിച്ചു. ആര്? ദണ്ഡനാഥ കിരിചക്രം എന്ന രഥത്തിൽ. മറ്റേ ഗേയചക്രം എന്ന് നമ്മൾ പറഞ്ഞപ്പോ ഗേയം, ഗാതും യോഗ്യം ഗേയം,
സംഗീതവുമായിട്ട് ശബ്ദവുമായിട്ട് ബന്ധമുള്ള അതാണ്. ആജ്ഞാപനാണല്ലോ. അവിടെ മുഴുവൻ പ്രധാനമന്ത്രി ഓർഡർ ഇടല്ലേ ഉള്ളൂ. രാജാവിന്റെ ഹിതം, രാജ്ഞിയുടെ ഹിതം മറ്റുള്ളവരോട് പറയാ, അത് നടപ്പിലാക്കേണ്ടത് സൈന്യാധിപനാണ്. ഇവിടെ കിരിയാണ്. എന്താണ് കിരി എന്ന് വെച്ചാൽ കാട്ടുപന്നി എന്നർത്ഥം. സാധാരണ പന്നി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാട്ടിലൊക്കെ കാണുന്ന അത് അത്രമാത്രം കുഴപ്പക്കാരാണ്. പക്ഷെ കാട്ടുപന്നി എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല. ഒന്ന് കുടഞ്ഞാൽ നമ്മളൊക്കെ തെറിച്ചു പോകും. അതിഭയങ്കരമായിട്ടുള്ള ശക്തിയുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഒന്നുകിൽ ചിന്തിക്കുന്ന, പലരും പല വ്യാഖ്യാനത്തിൽ പറയുന്നു കാട്ടുപന്നിയുടെ ആകൃതിയുള്ള രഥം എന്നാവാം, അല്ലെങ്കിൽ കാട്ടുപന്നികൾ ധാരാളം കാട്ടുപന്നികളാൽ സേവിക്കപ്പെടുന്ന രഥം എന്നാവാം. മറ്റൊരു തരത്തിൽ കാട്ടുപന്നികൾ വലിച്ചു കൊണ്ടുപോകുന്ന രഥമാവാം. പക്ഷെ ഇതൊക്കെ ചിന്തിച്ചാലും എന്താണ് കിരിചക്രം എന്ന് വെച്ച്, കിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കാട്ടുപന്നി എന്ന് അർത്ഥമുണ്ട്, മറ്റൊന്ന് രശ്മി എന്ന അർത്ഥമുണ്ട്, മറ്റൊന്ന് മേഘം എന്നൊരർത്ഥമുണ്ട്. അപ്പോ രശ്മി എന്നെടുത്ത അഗ്നിയാണ്, അതിൽ പ്രകാശമാണ്. ആദ്യത്തെ ശബ്ദോർജത്തെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ഇവിടെ പ്രകാശോർജത്തെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് ഒരു താത്വിക അതിൽ പറഞ്ഞു വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ ഈ ദണ്ഡനാഥ ആരാണ്? മറ്റു നമ്മൾ രാജമാതങ്കി, അത് ശ്രീവിദ്യാ ഉപാസനയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഉപാസനയാണ്. ഇവിടെ കിരിചക്രം എന്ന രഥത്തിൽ പന്നിയുടെ രൂപത്തിലുള്ളതോ പന്നി പോലെയുള്ളതോ പന്നികൾ വലിക്കുന്നതോ ആയിട്ടുള്ള ഒരു രഥം, അത്രേ പറയുന്നുള്ളൂ ലളിതോപാഖ്യാനത്തിലൊക്കെ. എന്താ അവിടെ സംഭവിച്ചത് കൃത്യമായിട്ട് പറയുന്നില്ല. ചക്രത്തിന്റെ പേര് കിരിചക്ര. അപ്പൊ ഘന എന്ന് നമ്മൾ പഠിച്ചില്ലേ, പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോ മേഘം എന്ന് വെച്ചാൽ ജലത്തിന്റെ ശക്തിയാണ്. അപ്പോ ജലം കൊണ്ടുള്ള, ജലം തന്നെ കട്ടിയായിട്ട് നിൽക്കുന്നതാണല്ലോ മേഘം. അതുകൊണ്ടുള്ള രഥം എന്നാവാം. അതൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ യുദ്ധത്തിനാണ്. അതായത് ജലം വളരെ വലിയൊരു ആയുധമാണ്, വരുണാസ്ത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇവിടെ കിരിചക്രത്തിൽ ആ രഥത്തിൽ ആരൂഢയായ ദേവിയുടെ പേര് ദണ്ഡനാഥ എന്നാണ്. അതിന് താന്ത്രികമായിട്ടുള്ള പേര് വാരാഹി എന്നാണ് എന്റെ പേര്. അതായത് വാരാഹി ഉപാസനയാണ്. ആ വാരാഹിയുടെ കയ്യില് വലിയ ധ്യാന ശ്ലോകമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്. മുഖം വരാഹത്തിന്റെയും ബാക്കി ദേവിയുടെയുമായിട്ടുള്ള മുഖാണ്. വരാഹത്തിന്റെ ശക്തിയാണ്. ഭൂമിയെ അസുരൻ താഴ്ത്തിക്കൊണ്ടത് അതിനെ വേണ്ടവണ്ണ യഥാസ്ഥാനത്ത് നിർത്താൻ വേണ്ടി തേറ്റയോട് കൂടിയിട്ട് അവതരിച്ച ആദിവരാഹം. ആ വരാഹത്തിന്റെ ശക്തിയാണ് വാരാഹി. ആദിവാരാഹി എന്ന് തന്നെ പറയാം, അമ്മയുടെ കൂടെ ആയതുകൊണ്ട്. വരാഹത്തിന്റെ ശക്തി ആണോ വാരാഹി, അതെയോ വാരാഹിയുടെ സങ്കല്പമാണോ വരാഹം എന്നൊക്കെ ഉള്ളത് പിന്നത്തെ ചിന്തയാണ്. ഇവിടെ വാരാഹി എന്ന് പറയാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? ദണ്ഡനാഥ. എപ്പോഴും കയ്യിലൊരു ദണ്ടുണ്ടായിരുന്നു. ദണ്ടുണ്ട്, വാരാഹിയുടെ കയ്യിൽ ദണ്ടുണ്ട്. അത് ആ മന്ത്രം ഞാൻ പറയാൻ പറ്റില്ല, വലിയ മന്ത്രം, മാലാമന്ത്രം. അതങ്ങനെ ജപിക്കുമ്പോ അവസാനം ശരിക്ക് 4 അടി തരുന്നുണ്ട് അതിനകത്ത്. ജപിക്കുമ്പോ തന്നെ ഒരു മന്ത്രം കൊണ്ട് തന്നെ ബീജാക്ഷരം കൊണ്ട് ഒരേപോലെ 4 പ്രാവശ്യം പറയണം. അത് പറയുമ്പോൾ തന്നെ മൂലാധാരത്തിലെ 4 ഇതളുകളും അടിക്കുകയാണോ തോന്നിപ്പോയി. ഇത് മൂലാധാരമായിട്ട് ബന്ധമുണ്ട്, ഭൂമിയായിട്ട് ബന്ധമുണ്ട്. വരാഹമാണ്, പൃഥ്വി തത്വമാണ്, അത്ര സ്ട്രോങ് ആണ്. ഇവിടെ പൃഥ്വി തത്വം പറയാം വരാഹമായതുകൊണ്ട്. മേഘം എന്നൊരു സംഗതിയുള്ള അർത്ഥമുള്ളത് കൊണ്ട് ജലതത്വം പറയാം. രശ്മി എന്നുള്ളത് കൊണ്ട് പ്രകാശം പറയാം. അപ്പൊ പ്രകാശത്തിന്റെയും ജലത്തിന്റെയും ഒപ്പം ഭൂമിയുടെയൊക്കെ തത്വം അത് പൂർണ്ണമായിട്ടും അമ്മയാണ്. അതായത് ദണ്ഡനാഥ വാരാഹിയാണ് യുദ്ധത്തെ നയിച്ചത് എന്നാണ്. അത്ര ഭീകരമാണ്, അതിശക്തമായ ദണ്ഡിപ്പിക്കുന്ന സ്വഭാവമാണ്. അങ്ങനെ ആ അമ്മയെ മുമ്പിൽ നിർത്തി എന്ന് പറയുന്ന യുദ്ധത്തിന്റെ ഒരു ഭാവമാണ്. അപ്പോ കിരിചക്രം എന്ന രഥത്തിൽ ആരൂഢയായ ദണ്ഡനാഥയാൽ പുരസ്കൃതയായ ദേവിക്ക് നമസ്കാരം. അപ്പൊ ദേവിയുടെ മുമ്പില് കിരിചക്ര രഥത്തിൽ ആരൂഢയായിക്കൊണ്ട് വാരാഹി ദേവി
യുദ്ധത്തിനായി മുമ്പിൽ വന്നു നിന്നു. ഈ കിരിചക്രം ഉണ്ടായത് അമ്മയുടെ പഞ്ചതന്മാത്ര സായകത്തിൽ നിന്ന്. ദ്രാവിണി ബാണം, ആകർഷണി ബാണം, വശീകരണ ബാണം, സമ്മോഹന ബാണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 5 ബാണങ്ങളുണ്ട്. അതിൽ ഓരോ പൂവിന്റെ ഒക്കെ പേര് പറയാം, അത് നമുക്ക് എടുക്കാം പിന്നീട്. അതുകൊണ്ട് തന്നെ 5, അതായത് പഞ്ചതന്മാത്ര സഹായക, 5 തന്മാത്രകളെ കൊണ്ടുള്ള ശരമാണ്, അമ്പാണ്. അതെല്ലാം ഓരോന്നിനും പേരൊക്കെ ഉണ്ട്. ദ്രാവിണി ബാണം, ആകർഷണ ബാണം ഒക്കെ പറഞ്ഞിട്ട് ഓരോ ബാണങ്ങളാണ്. അതിന് ചില പൂക്കളെ കൊണ്ടൊക്കെ അതിനെ പൂജിക്കാറുണ്ട്. ഇന്ന പൂക്കളാണത് എന്ന് പറയാറുണ്ട്. അത്രയും സോഫ്റ്റ് ആണ്. പക്ഷെ ശരീരത്തിൽ പതിച്ചാൽ എല്ലാം ഇല്ലാതെയാവും. കാരണം അതിന്റെ ഉള്ളിലെ എനർജിയാണ്, ആ സങ്കല്പമാണ്. അങ്ങനെ തന്നെ പഞ്ചതന്മാത്ര സായകത്തിൽ നിന്നും ആയതുകൊണ്ട് തന്നെ കിരിചക്രത്തിന് 5 തട്ടുകളുണ്ട്. ഇവിടെ ലളിതോപാഖ്യാനത്തിൽ പറയുന്നു, കിരിചക്രരഥേന്ദ്രസ്യ പഞ്ചപർവ സമാശ്രയ. 5 പർവ്വങ്ങളുണ്ട്, 5 തട്ടുകളുണ്ട്. ദേവതാശ്ച ശൃണു പ്രാജ്ഞാനാമയശ്രുതാജയം. എന്നിട്ട് പറയും, ചക്രരാജരഥോ യത്ര തത്ര ഗേയേ രഥോത്തമ. ചക്രരാജം, അമ്മയുടെ രഥം എവിടെ ഉണ്ടോ അവിടെയെല്ലാം ഗേയചക്രം ഉണ്ടായിരിക്കും. ഗേയചക്രം ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവില്ല. അപ്പൊ ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത എന്ന് പറഞ്ഞ രഥം ഇവിടെ വരുമ്പോഴത്തേക്കും ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേ, ഗേയചക്രം അവിടെ വന്നിരിക്കും. അതേപോലെ എത്ര ഗേയരഥ, എവിടെയാണ് ഗേയരഥമുള്ളത്, തത്ര കിരിചക്രരഥോത്തമ, അവിടെ കിരിചക്രവും വരുന്നതാണ്. 3 പേരോട് ഒരുമിച്ചേ പോവുള്ളൂ. അപ്പോ എത്ര ഗേയരഥസ്തത്ര കിരിചക്രരഥോത്തമ ഏതൽ രഥത്രയം തത്ര ത്രൈലോക്യമിവ ജംഗമ. ഭുവ സ്വ എന്ന് പറഞ്ഞ ത്രൈലോക്യം പോലെ. അത് വ്യത്യാസം ഉണ്ടെന്ന് തോന്നലുള്ളൂ, പക്ഷെ എപ്പോഴും ഒരുമിച്ച് തന്നെയാണ്. അല്ലെ, വ്യാഹൃതി പറയുമ്പോ അങ്ങനെയാണല്ലോ നമുക്ക്. ഭുവ സ്വ, പിന്നെ ഓം എന്നൊക്കെ ആവുമ്പോഴാണ് ഭുവസ്വരോം എന്നൊക്കെ വരിക. അപ്പൊ എന്തായാലും എവിടെയാണോ കിരിചക്ര, ഇപ്പൊ ഗേയചക്രം എവിടെ ഉണ്ട്, ചക്രരാജത്തിന്റെ അടുത്തുണ്ടാവും എന്ന് പറയാ. ഗേയചക്രം എവിടെ ഉണ്ടാവും, അതുപോലെ കിരിചക്രം എവിടെ ഉണ്ടാവും. ഗേയചക്രം എവിടെയുണ്ടോ അവിടെ കിരിചക്രം ഉണ്ടാവും. അപ്പോ സാക്ഷാൽ മഹാരാജ്ഞിയും പ്രധാനമന്ത്രിയും സൈന്യാധിപനും എപ്പോഴും ഒരുമിച്ചായിരുന്നു ആ യുദ്ധത്തില്. ആ രാജമാതംഗി ദേവിയും വാരാഹിയും ദേവിയുടെ കൂടെ, ഉപാസനയുടെ കൂടെ അനുഷ്ഠിക്കേണ്ടതായ മന്ത്രസ്പന്ദനം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എവിടെയെല്ലാം രാജമാതംഗി, സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ ഉപാസനയുണ്ടോ അവിടെയെല്ലാം രാജമാതംഗിയുടെ ഉപാസനയും ആവശ്യമാണ്. രാജമാതംഗിയുടെ ഉപാസന ചെയ്യുന്ന സമയത്ത് ഒപ്പം തന്നെ വാരാഹിയും ഉപാസിക്കേണ്ടതാണ് എന്നൊക്കെ ഉപാസന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. സർവദാ ദണ്ഡപാണിത്വാൽ ദണ്ഡനാദേരി ഗീയതേ എന്ന് ത്രിപുര സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട്. എപ്പോഴും ഒരു കയ്യിലൊരു ദണ്ഡുള്ളത് കൊണ്ട് ദണ്ഡനാഥ എന്ന് പറയുന്നു. അത് സത്യത്തിൽ വാരാഹിയാണ്. അപ്പോ ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയ ചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. മറ്റൊരു രീതിയില് ഒരു വ്യാഖ്യാനം, അത് നമുക്ക് എടുക്കണോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അതായത് കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ അപരുസ്കൃത. ദണ്ഡനാഥൻ, അപ്പൊ ദണ്ഡിക്കുന്ന നാഥൻ ആരാണ്? കാലനാണ്. അതായത് ദണ്ഡ് കയ്യിലുള്ള നാഥൻ കാലൻ. ആ കാലൻ കാലത്തിന്റെ അധീശൻ. ആ ദണ്ഡനാഥനെ ദണ്ഡനാഥ അപുരസ്കൃത എന്നാക്കിയാല് ദണ്ഡനാഥനെ, അതായത് കാലനെ പോലും പിന്നിലേക്കാക്കുന്ന ദേവി എന്നൊരർത്ഥമുണ്ട്. ഇവിടെ ദണ്ഡനാഥ അപുരസ്കൃത എന്ന് ചൊല്ലുന്നവരുണ്ട്. അത് ചെല്ലണം എന്ന് വെച്ചിട്ടല്ല, അങ്ങനെ ഒരു വ്യാഖ്യാനം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതായത്
സാക്ഷാൽ കാലന് ഉപാസന ചെയ്യുന്ന സമയത്ത് മരിക്കേണ്ടതൊക്കെയാണ്. കാലൻ ഒരു തീരുമാനമൊക്കെ ഉണ്ട്, ഇത്ര വയസ്സ് ഇത്ര ആയുസ് എന്നൊക്കെ ഉണ്ടെങ്കിലും ശ്രീവിദ്യോപാസന ചക്രരാജ്യത്തിൽ എഴുന്നള്ളുന്ന സാക്ഷാൽ ശ്രീവിദ്യാദേവിയെ ഉപാസിച്ചുകൊണ്ട് സാക്ഷാൽ രാജമാതങ്കിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാധകനെ യമൻ കാലൻ തീണ്ടില്ല എന്നൊരു പ്രമാണമാണ്. എന്ത് വിഷയമാണെങ്കിലും വാരാഹി മന്ത്രമൊക്കെ ചോദിച്ചാൽ ഒരു തരത്തിൽ ഈ പ്രപഞ്ചത്തിലെ കാലം, ടൈം അവിടെ ബാധകമല്ല എന്നാണ് വാരാഹിയുടെ മുമ്പിൽ. വാരാഹി ഉപാസനയൊക്കെ ചെയ്യുന്നവരുണ്ടാവാം, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഉപാസന ശ്രീവിദ്യ ഉപാസനയാണെങ്കിലും അതിന്റെ പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണെന്നും മന്ത്രം കൃത്യമാവണമെന്നും നമ്മുടെ ശരീരത്തിന്റെ ബോഡി അനാട്ടമി മുഴുവനും മനസ്സിലാക്കിയിരിക്കണമെന്നും ഷഡ്ചക്രങ്ങളേക്കുള്ള ബോധം ഉണ്ടാവണമെന്നും ശബ്ദത്തെക്കുറിച്ച് അതിന്റെ ഉദാത്ത അനുദാത്ത സ്വരിതത്തെക്കുറിച്ചും അതിന്റെ വൃത്തം ഛന്ദസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പൊ വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഗായത്രി ഛന്ദ എന്നൊക്കെ ചൊല്ലിയാലും ഗായത്രി 24 അക്ഷരാണ്. ആ ചൊല്ലുന്ന സമയത്ത് എന്താണ് സൗണ്ട്, വൈബ്രേഷൻ ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ജപിക്കാനാണ്. ഇത് നമ്മള് എന്തോ ചെയ്യുന്നു, അതിങ്ങനെ തൊടുന്നു എന്നല്ലാതെ അതിന്റെ ഋതം അനുസരിച്ചിട്ടാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പൊ അത്രയ്ക്കും ശ്രദ്ധിച്ചിട്ട് വേണം ഉപാസന രീതിയിൽ അതിന്റെ വൈഖരിയാണെങ്കിലും മനനമാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടതെന്ന്. ഒപ്പം അങ്ങനെ ജപിക്കുന്നവരെ എപ്പോഴും സംരക്ഷിക്കാനായിട്ട് സാക്ഷാൽ വാരാഹി ഉണ്ടാവുന്നു. അവിടെ കാലനെ പോലും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഒരു അർത്ഥം പറഞ്ഞു വെച്ചത്. ഈ പറഞ്ഞ മന്ത്രം കിരിചക്രരഥാരൂഢ എന്ന് പറയുന്ന മന്ത്രത്തിൽ തെറ്റാൻ സാധ്യതയുള്ള അക്ഷരം കിരി ചക്ര കുഴപ്പമില്ല, രഥ ആ ഥ തെറ്റരുത്. രഥം എന്നൊക്കെ കിരിചക്രരഥം, കിരിചക്രരഥം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥായി പോകും. കിരിചക്രരഥ ആ ഥ എന്ന് പറയുന്ന രണ്ടാമത്തെ തായാണ്, 10ാമത്തെ തായ അങ്ങനെയൊന്നും ചോദിച്ച് പഠിക്കരുത്. ഥ എന്ന് പറഞ്ഞാൽ ഒറ്റ ഥായേ ഉള്ളൂ. അപ്പൊ അത് ഥ. പിന്നെ ഉള്ളത് ധ, അത് തൊണ്ടയും കൂടെ പറയണം. ഇപ്പൊ ഠ എന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾ, അല്ലെങ്കിൽ ട എന്ന് പറഞ്ഞു നോക്കുക. നാവിന്റെ അഗ്രം മേലിലെ പല്ലിന്റെ തൊട്ട് മുകളിലെ കുറച്ച് അടുത്തായിട്ട് മുട്ടാണ് ട എന്ന് പറയുമ്പോ. പക്ഷെ ധ എന്ന് പറഞ്ഞു നോക്കുക, ആ നാവ് ഒരു പ്രത്യേക രീതിയിൽ വളച്ച് മുകളിലത്തെ തട്ടിൽ മുട്ടിയിട്ട് തൊണ്ടയും കൂടെ ഉപയോഗിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് ധ എന്നാണ്. ഠ എന്ന് പറയുമ്പോ കുറച്ചും കൂടെ മുന്നിലാണ് നാവ് കുറച്ചും കൂടെ പുറകോട്ട് പോകും. ഇതൊക്കെ സിദ്ധാന്ത കൗമുദിയിലൊക്കെ വ്യക്തമായിട്ട് എവിടെയൊക്കെ നാക്ക് മുട്ടിച്ചാൽ, എവിടെ പല്ല് മുട്ടിച്ചാൽ, എവിടെ ചുണ്ട് തുറന്നാൽ, എങ്ങനെ എവിടെ നാസിക ഉപയോഗിച്ചാൽ ഇന്ന ശബ്ദം വരുമെന്ന് സംസ്കൃതത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്തിനാണ്? ആ ശബ്ദം നേരെയാവണം, എങ്കിലാണ് പ്രകൃതിയുടെ നാദവുമായിട്ട് അടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ആരൂഢ, ആ ഢ ചക്രരാജരഥ ആ ധ. പിന്നെ ദണ്ഡയല്ല കേട്ടോ, നാട്ടായല്ല നാഡായ. അതുകൊണ്ട് ദണ്ഡ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഗിരിചക്രരഥാരുടെ ദണ്ഡനാഥ പുരസ്കൃത എന്നൊക്കെ പറയുന്ന ഈശ്വര വാരാഹി വരെ പേടിച്ചു പോകും. അങ്ങനെ വേണ്ട, അതിലെന്താണോ അക്ഷരം അത് ചൊല്ലി പഠിക്കുക. ഇത് നമ്മളൊന്നും ഉണ്ടാക്കിയതല്ല, പശുന്യാദി വാഗ്ദേവതകൾ തന്നെ ഉണ്ടാക്കിയതാണ്. ആദ്യം ദേവിയുടെ ശാപം ഉണ്ടാവും. അപ്പോ കൃത പുരസ്കൃത നാഥ പുരസ്കൃത ദണ്ഡനാഥ പുരസ്കൃത ആരൂഢ ദണ്ഡനാഥ പുരസ്കൃത രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. തെറ്റരുത്. അപ്പൊ സ്പീഡിലായാലും ഇത് തന്നെ വരണം. കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. ഈ മന്ത്രത്തെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ആർക്ക് എന്തെങ്കിലും സംശയം, ഒരു കാര്യമായിട്ടൊന്നുമില്ല, യുദ്ധത്തിന്റെയാണ്, ഒരുപാട് അർത്ഥങ്ങളിലേക്ക് അത് പോകേണ്ട കാര്യമില്ല. ശാരീരികമായിട്ടുള്ള ആരോഗ്യം തരുന്ന ഒരു മന്ത്രമാണത്. ആ മന്ത്രത്തിന് സംശയം വേണ്ടി ചോദിക്കുന്ന, അല്ലെങ്കിൽ അടുത്തിലേക്ക് കിടക്കാം. സംശയമൊന്നും ആർക്കും ഇല്ല, അതാണ് സമാധാനം. അപ്പോ 3 രഥങ്ങളായി. ഒന്ന് അമ്മയുടെ രഥം, ഒന്ന് സാക്ഷാൽ മന്ത്രിണീ ദേവി എന്നറിയപ്പെടുന്ന കരിമ്പുവില്ലിൽ നിന്നുണ്ടായിട്ടുള്ള
ഗേയചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജമാതംഗിയുടെ ഗേയചക്രരഥം, പിന്നെ പഞ്ചതന്മാത്ര സായകത്തിൽ ഉദ്ഭൂതയായിട്ടുള്ള വാരാഹി എന്ന് പറയുന്ന ദേവി ഗിരിചക്രരഥത്തിൽ ആരൂഢയായിട്ട് അമ്മയുടെ മുമ്പില്. ഇതാണ് ഇപ്പൊ കണ്ടത്. അടുത്തത് ജ്വാലാമാലിനിക. അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ജ്വാലാമാലിനിക ക്ഷിപ്തവന്നി പ്രാകാരമധ്യഗ. ഇവിടെ ഗായാണ് ഇവിടെ ഒരു ക്രിയ പോലെ പറയുകയാണെങ്കിൽ ഒക്കെ സേവിക്കാന്നാണ് അർത്ഥമുള്ളൂ. പക്ഷെ അർത്ഥമായിട്ട് ഒരു ഗമിച്ചവൾ എന്നർത്ഥമാണ്. എവിടെ ഗമിച്ചു? മധ്യഗ. മധ്യത്തിൽ ഗമിക്കുന്നവളാണ് മധ്യഗ. പ്രാകാരം മതില് എന്നർത്ഥം. വന്നി എന്ന് വെച്ചാൽ അഗ്നി എന്നർത്ഥം. ഇവിടെ ജ്വാലാമാലിനിക ആക്ഷിപ്ത എന്നും ക്ഷിപ്ത എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷെ ജ്വാലാമാലിനിക അതൊരു വാക്കാണ്. അപ്പൊ ജ്വാലാമാലിനികായാൽ ക്ഷിപ്തമായിട്ടുള്ള വന്യപ്രാകാരത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നവൾ. അപ്പൊ അമ്മയുടെ അടുത്ത് മന്ത്രിണീ ദേവി ഉണ്ട്, രാജമാതംഗി എന്നൊക്കെ പറയുന്ന രീതിയിൽ വാരാഹി ഉണ്ട്. പിന്നെ പറയുന്നു, ലളിതോപാഖ്യാനത്തിൽ പോയാൽ കുറെ കഥ പറയാനുണ്ട്. അതായത് ധർമ്മനീതി, ധർമ്മയുദ്ധമാണ് ശരിക്കുള്ളത്. പക്ഷെ ഭണ്ഡാസുരന്റെ അഹങ്കാരം കൊണ്ട് യുദ്ധനീതിയൊന്നും പാലിക്കാതെ രാത്രിയിൽ, മഹാഭാരത യുദ്ധത്തിൽ അതുപോലെ ഉണ്ട്, രാത്രിയിൽ ഈ സൈന്യങ്ങളെല്ലാം, അതായത് സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ യുദ്ധം ചെയ്യാൻ പാടില്ല. സൂര്യൻ ഉദിച്ചാൽ ശംഖനാദത്തോടുകൂടി പരസ്പരം അറിയിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു യുദ്ധം ചെയ്യണം. ആയുധമില്ലാത്തവരുടെ യുദ്ധം ചെയ്യരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് രാത്രി യുദ്ധം പതിവില്ല. ഇന്ന് അമേരിക്ക ആയാലും ഇറാനായാലും എവിടെയായാലും രാത്രി മാത്രമാണ് യുദ്ധം. അപ്പൊ ആ രാത്രിയിൽ പലപ്പോഴും ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ധർമ്മയുദ്ധമാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ഭണ്ഡാസുരൻ യുദ്ധങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ, ഇതാ ഇപ്പത്തെ ഇതല്ല, ആ ഒരു സന്ദർഭമാണ് ഇവിടെ പറയണത്. രാത്രിയില് ദേവിയുടെ സൈന്യം അറിയാതെ ആക്രമിച്ചു, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അധികമൊന്നും സംഭവിച്ചില്ലെങ്കിലും അതിനുശേഷം അമ്മ പറഞ്ഞു, ഹേ ജ്വാലാമാലിനികേ, നിന്റെ ശക്തി എന്റെ അനുഗ്രഹം കൊണ്ട് അഗ്നിയാണ്. ആ അഗ്നിയായിട്ടുള്ള നെയ്യ് രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ, ധർമ്മം നോക്കാതെ യുദ്ധം ചെയ്യുന്ന അവരിൽ നിന്നും ഒരു അപായം വരാതിരിക്കാൻ ഈ ഒരു സൈന്യത്തിന്റെ ചുറ്റും ഒരു മതില് പോലെ, അഗ്നിപ്രാകാരം പോലെ നിൽക്കണം. അങ്ങനെ ആയിത്തീരും. അങ്ങനെ ജ്വാലാമാലിനികയാൽ ക്ഷിപ്തമായിട്ടുള്ള ചെയ്യപ്പെട്ട വന്യപ്രാകാരത്തിന്റെ, അഗ്നിപ്രാകാരത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നവളായി തീർന്നു അന്ന്. ആ കഥയുമായിട്ടാണ് ഇതിന് ബന്ധം. നമ്മൾ പറയാറുണ്ട്, താളത്രയാദി ദശദിക് ബന്ധനവും അഗ്നിപ്രാകാര സൃഷ്ടിയും എന്നൊക്കെ പറഞ്ഞ് തന്ത്രം പഠിപ്പിക്കാറുണ്ട്. ഇതെങ്ങനെയാ ചോദിച്ചാൽ അത് ഇവിടുന്ന് ഉണ്ടാവണം. അപ്പൊ അത് ഉണ്ടാവണം എങ്ങനെയാണ്? വായുതത്വമായിട്ടുള്ള, അഗ്നിതത്വമായിട്ടുള്ള നടുവരില് മധ്യമ അതിന്റെ പരിപൂർണമായ ഭാവത്തിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് അതിന്റെ എനർജി ഇങ്ങോട്ട് കൂട്ടും, അല്ലെ? അറിയാലോ. ആകാശതത്വമായിട്ടുള്ള അങ്കുഷ്ടവിരലിന്റെ നടുക്ക് വായുതത്വം കൊണ്ട് ഘർഷണം ചെയ്യുന്നു. അഗ്നിയെ സ്ഫുടം ചെയ്ത് അഗ്നിയുടെ ശക്തിയെ സംഭരിച്ചുകൊണ്ട് തീപ്പെട്ടി വരയ്ക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അങ്ങനെയാണ് അഗ്നിയെ, ഈ കൈത്തലം എന്ന് പറഞ്ഞ ശരീരമാണ്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, പഞ്ചഭൂതാത്മകമായ ശരീരം. അതുകൊണ്ടാണ് പാമോളജിയൊക്കെ കറക്റ്റ് ആവുന്നത്. ഇവിടത്തേക്ക് അഗ്നി, രം അഗ്നാത്മന എന്ന് പറയുന്ന ഇത് ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഈ രണ്ടുപേരിലും, അവിടെ ജലവും ഉപയോഗിക്കില്ല, പൃഥ്വി ഉപയോഗിക്കില്ല, തീ കെട്ടുപോകും. അവിടെ ആകാശത്തിൽ അങ്കുഷ്ടവിരലിലെ വായുവിന്റെ അഗ്രം കൊണ്ട് ഘർഷണം ചെയ്യുന്നു. അസ്ത്രമുദ്ര എന്ന് പറഞ്ഞ് പഠിച്ചാൽ മനസ്സിലാവും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവണം അഗ്നി, അല്ലെ? അങ്ങനെയാണല്ലോ രക്ഷിക്കുക.
ദശദിക് ബന്ധനം ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സങ്കല്പിക്കും. ഒരു 3 അഗ്നി മതിലുകൾ കിടക്കും, സൃഷ്ടിച്ചോളും. ഭംഗിയായിട്ടിരുന്ന് പൂജ കഴിക്കാം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ അഗ്നിപ്രാകാരം ജ്വാലാമാലിനി എന്ന ശക്തിയാണ്. ഇപ്പൊ ജ്വാലാമാലിനി എന്ന് പറയുന്ന ശക്തിയെ കുറിച്ച് പറയുമ്പോൾ സുബ്രഹ്മണ്യന്റെ ശക്തിയാണ്. അതിന്റെ ഭാവം അത് ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ച് 6 വന്ന പിന്നെ എല്ലാം കൂട്ടി, അല്ലെ? അത്ര പവറാണ്. കൊണ്ട് നടക്കാൻ പോലും പറ്റിയിട്ടില്ല. അതെങ്ങനെ എന്താ രക്ഷിക്കുമെന്ന് കഥ നിങ്ങൾക്ക് അറിയാം. രക്ഷിക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. അവസാനം ഗംഗാദേവിയൊക്കെ കൂടി, അല്ലെ? കാർത്തിക പെണ്ണുങ്ങളെല്ലാം കൂടി അങ്ങനെ ഷടാനൻ എന്ന് പേര് വന്നതൊക്കെ നമുക്ക് കഥ അറിയാം. അപ്പൊ അതിന്റെ ശക്തി ആ സുബ്രഹ്മണ്യന്റേതായിട്ടുള്ള പൂജയൊക്കെ പഠിക്കുമ്പോൾ അറിയാം. ജ്വാലാമാലിനി എന്നുള്ള മന്ത്രമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ അർത്ഥം, ജ്വാലാമാലിനി ദേവി അമ്മയുടെ ആവശ്യപ്രകാരം സൈന്യത്തെ രക്ഷിക്കുവാനായിട്ട് അമ്മയെ നടുക്ക് നിർത്തിയിട്ട് മധ്യകയാക്കിക്കൊണ്ട് ചുറ്റും പ്രസരിച്ചു നിന്നു എന്ന് പറയുന്നു. അപ്പൊ ജ്വാലാമാലിനികാക്ഷിപ്തവഹ്നി, ആ വഹ്നി എന്ന് വരണം, അല്ലെങ്കിൽ വഹ്നി എന്ന് പറയണം. യജുർവേദ രീതിയിലാണ് വഹ്നി എന്നാവും, ഋഗ്വേദ രീതിയിലാണ് വഹ്നി എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്നുണ്ട്. അപ്പോ ഒരു മിനിറ്റ്. അപ്പോ ഗിരിചക്രരഥാരൂഢദണ്ഡനാഥാ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്തവഹ്നി പ്രാകാരമധ്യക. വഹ്നിപ്രാകാരമധ്യക, വഹ്നിപ്രാകാരത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നവളായി തീർന്നു. അതിന്റെ കഥ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞതോളൂ. ഈ ജ്വാലാമാലിനിയാൽ നിർമ്മിക്കപ്പെട്ട അഗ്നിക്കോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാൽ ഈ ജ്വാലാമാലിനി ആരാണ് എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾ ചോദിക്കില്ല, എന്നാലും എല്ലാം കേട്ട് വയ്ക്കാന്നല്ലേ ഉള്ളൂ. ഈ തിഥി നിത്യാദേവതകളുണ്ട്. നിത്യദേവത എന്ന് പറയുന്നിട്ടുള്ള ഒരു ദേവതാ സങ്കല്പമുണ്ട്. ഇത് മനസ്സിലാക്കിയിരിക്കണം. തിഥി അറിയാലോ, അല്ലെ? പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, സപ്തമി, നവമി, അങ്ങനെയാണോ? ഞാൻ പറയുന്ന പോലെയൊക്കെ എന്ന് പറയും. ഞാൻ തെറ്റിച്ചാ പറഞ്ഞത്. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, ഒന്നുകിൽ പൗർണമി അല്ലെങ്കിൽ അമാവാസി. ഇത് ഏതോ ഒരു മൈക്ക് മ്യൂട്ടാക്കും, അല്ലെങ്കിൽ എക്കോ ഞാൻ പറയുന്നതിന് ഞാൻ കേൾക്കും, അതുകൊണ്ടാണ്. അപ്പൊ അതില് നിത്യദേവതകളുണ്ട്. എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. അതായത് ശുക്ലപക്ഷത്തിലാണ് ഞാനിപ്പോ പറയണത്. ശുക്ലപക്ഷത്തിൽ പ്രഥമയുണ്ടല്ലേ? ഇപ്പൊ അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസം ശുക്ലപക്ഷം, പ്രഥമ, ദ്വിതീയ ശുക്ലപക്ഷമാണ്. അതിന്റെ ക്രമത്തിൽ പറയുമ്പോ പ്രഥമയ്ക്ക് കാമേശ്വരി എന്ന ദേവതയാണ്. അല്ല, ദ്വിതീയക്ക് ഭഗമാലിനി, തൃതീയ നിത്യക്ലിന്ന, ചതുർത്ഥിക്ക് ഭേരുണ്ട, പഞ്ചമിക്ക് വന്യവാസിനി. ആദ്യം തൊട്ട് ഒന്നും കൂടി പറഞ്ഞു തരുമോ? എഴുതിയെടുക്കാം. ഇത് പഠിച്ചാൽ മതി. കാമേശ്വരി, ഭഗവാൻ, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, മഹാവജ്രേശ്വരി, ശിവദുരിത്രേ, കുലസുന്ദരി, നിത്യ, നീലപതാകെ വിജയെ, സർവമംഗളെ, ജ്വാലാമാലിനി ചിത്രേ. നിങ്ങൾക്ക് പഠിച്ചാൽ എന്നിട്ട് പ്രഥമ തിഥി എണ്ണിയാ മതി. ഇത് ശ്രീചക്രത്തിന്റെ പൂജയിൽ പൂജിക്കുന്ന തിഥിദേവതകളാ. അതുകൊണ്ട് ഞാൻ തന്നേക്കാന്ന് വെച്ചാൽ ശ്രീചക്ര പൂജ കഴിക്കാനല്ല, ഇത് മനസ്സിലാക്കണ്ടേ. ഈ ഒരു ജ്വാലാമാലിന്റെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മ വന്നിട്ട് ആ മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശി ഇങ്ങനെ തീയൊക്കെ ആയിട്ട് ചുറ്റും നടന്നു എന്ന് പറഞ്ഞാൽ മതിയോ? ജ്വാലാമാലിനി ആരാന്ന് ചോദിച്ചാൽ തിഥി ദേവതയല്ലേ. അത് ഏത് തിഥിയുടെ ദേവതയാണെന്ന് ഞാൻ പറഞ്ഞു തരണേ, എനിക്ക് വിഷമമില്ല. ആ ശുക്ലപക്ഷത്തിലെ ചതുർദശിയുടെ തിഥി ദേവതയാണ് ജ്വാലാമാലിനി. എന്നാൽ പൗർണമി കഴിഞ്ഞാൽ പഞ്ചദശി എന്ന് പറയുന്ന പൗർണമിക്ക് ചിത്ര, ആണ് ചിത്രാ പൗർണമി എന്നൊക്കെ പറയുന്നത്. തിരിച്ച് കൃഷ്ണപക്ഷത്തിലേക്ക് പോകുമ്പോ കൃഷ്ണപക്ഷ പ്രഥമയുടെ ചിത്രയാവും. നേരെ തിരിച്ച്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ചക്രാബ്ജി പൂജ ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും. ചക്രാബ്ജി പൂജ കൃത്യമായിട്ട് ഇതിന്റെ വേറൊരു വെർഷൻ ഉണ്ട്.
അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം ഒരു പണി ചെയ്യും, പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുഷ്ട, അത് കംപ്ലീറ്റ് ഒരു സൈഡിൽ എഴുതും. നമ്മൾ പണ്ടൊക്കെ ഡിക്റ്റേഷൻ എഴുതാൻ പറയുമ്പോ അല്ലെ, 1, 1, 2, 2 അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം 1, 1, 1, 2 കുറെ ഇങ്ങനെ എഴുതി 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 ഹോംവർക്ക് ചെയ്യാനായിട്ട് ചെയ്യുന്ന പോലെ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പഞ്ചദശി, ബ്രാക്കറ്റിൽ പൗർണമി കിട്ടും. എന്നിട്ട് അതിന് നേരെ ഞാൻ ഈ പറയുന്ന ദേവതയുടെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. അതിനെ ഒരു വരയും കൂടി ഇട്ടോളൂ, മാറിപ്പോരുത്. വരയിട്ട ബുക്കാണെങ്കിൽ പ്രശ്നമില്ല. ഞാൻ ഓരോന്ന് പറയുന്നുള്ളൂ, പ്രഥമയ്ക്ക് ഇന്നതെന്ന് പറയില്ല. 1, 2, 3 അങ്ങ് പറയാണ്. ആ പ്രഥമയുടെ എല്ലാം എഴുതി കഴിഞ്ഞോ? പഞ്ചദശി വരെ എഴുതിയോ? കഴിഞ്ഞു. കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, പേരുണ്ട, വഹ്നിവാസിനി, മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുളസുന്ദരി, നിത്യ, നീലപതാക, തലയുടെ പതാക, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര. ഇനി അടുത്ത പ്രഥമ കൃഷ്ണപക്ഷത്തിൽ എഴുതുമ്പോ താഴേന്നാണ് പേര് വരിക. താഴെ അടുത്ത കൃഷ്ണപക്ഷത്തിലെ പ്രഥമയാണ് പ്രഥമ, ദ്വിതീയ എന്ന് മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ പ്രഥമയ്ക്ക് ചിത്രയാവും, ദ്വിതീയക്ക്. അപ്പൊ കൃഷ്ണപക്ഷത്തിലെ ദ്വിതീയയുടെയും ശുക്ലപക്ഷത്തിലെ ചതുർദശിയുടെയും ദേവതയാണ് ജ്വാലാമാലിനി. മനസ്സിലായോ? ശുക്ലപക്ഷം വരുമ്പോൾ അതിന്റെ പൗർണമിക്ക് തൊട്ട് മുമ്പുള്ള ചതുർദശിയുടെ ദേവതയും, അത് കഴിഞ്ഞ് കൃഷ്ണപക്ഷത്തിലേക്ക് കടന്നാൽ കൃഷ്ണപക്ഷത്തിലെ ദ്വിതീയയുടെ ദേവതയുമാണ്. അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളും അതിന്റെ സങ്കല്പവും തത്വമൊക്കെ വേറെ അങ്ങോട്ട് പോകണം. ഞാൻ ആ ജ്വാലാമാലിനി എന്ന് വെച്ചാൽ ഈ ദേവിയുടെ പൂജ കഴിക്കുന്ന സമയത്ത് അതിലൊരു ആവരണത്തിൽ വരുന്നതാണ് നിത്യാദേവതകൾ. അതില് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കാമേശ്വരി, ഭഗവാലി, നിത്യക്ലിന്നെ, പേരുണ്ടേ, വന്യവാസിനി, മഹാവജ്രേശ്വരി, വിദൂതിത്വരിതേ, കുലസുന്ദരി, നിത്യേ, നീലപതാകെ, വിജയെ, സർവമംഗളെ, ജ്വാലാമാലി, ചിത്രേ, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. അതില് ഈ പറയുന്ന ജ്വാലാമാലിനി, അതായത് വത്സേത്വം വഹ്നിരൂപാസി ജ്വലജ്വാലാമുഖാകൃതി ത്വയാ വിധീയതാം രക്ഷാ ബലസ്യാസ്യ മഹീയസ ശതയോജന വിസ്താരം പരിവൃത്യ മഹീതലം ഉന്നമ്രജ്വാല പ്രാകാരതാം വ്രജ. അതായത് ലളിതോപാഖ്യാനത്തിൽ പറയുന്ന ഈ ജ്വാലാമാലിനിയോട് പറഞ്ഞ ശ്ലോകം ചൊല്ലിയെന്നുള്ളൂ. വത്സേ, നിന്റെ രൂപം അഗ്നിയാണ്. ഇത് സാക്ഷാൽ ലളിതാപരമേശ്വരി പറയുന്നതാണ്. അഗ്നിയാണ് നിന്റെ ശരീരം. ഈ മഹാസൈന്യത്തെ നീ രക്ഷിച്ചാലും 30 യോജന ഉയരവും 100 യോജന പരിധിയുമുള്ള ഒരു വന്യക്കോട്ട ഇതിനു ചുറ്റും നിർമ്മിക്കുക എന്ന് ജ്വാലാമാലിനിയോട് ആജ്ഞാപിക്കുന്നു എന്ന് പുരാണത്തില്. ആ കോട്ട, ആ ജ്വാലാമാലിനിയാൽ നിർമ്മിക്കപ്പെട്ട അഗ്നിക്കോട്ടയുടെ നടുക്ക് നിൽക്കുകയാണ്. അതിന്റെ ഉള്ളിൽ അമ്മയുണ്ട്, മന്ത്രിണി ദേവിയുണ്ട്, വാരാഹിയുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടു. ഒപ്പം തന്നെ കൂടെ ആനപ്പടയുണ്ട്, കുതിരപ്പടയുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ 2 മന്ത്രങ്ങളും ഏകദേശം മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് എന്താ പറയുക, ഇത് യുദ്ധമാണ്. ഇതൊക്കെ ശ്രീവിദ്യ ഉപാസനയായിട്ട് മുന്നോട്ട് പോണ സമയത്ത് ഈ തിഥികൾ മനസ്സിലാക്കിയിരിക്കേണ്ടവരും അതിന്റെ തിഥി ദേവതകളെ മനസ്സിലാക്കിയിട്ട്, കാരണം പൂജയില്, ശ്രീചക്ര പൂജയിൽ ഇതൊക്കെ വരുന്നതാണ്.
അതായത് ദേവി ഇരിക്കുന്ന ആ ഒരു ത്രികോണത്തിന്റെ നടുക്കുള്ള ബിന്ദു കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ പരിവാരങ്ങളെ പറഞ്ഞു വരുമ്പോ ഈ ദേവതയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ താഴോട്ട് വരിക. അപ്പൊ അതില് ചതുർദശിയുടെ ദേവതയാണ് ജ്വാലാമാലിനി. ആ ജ്വാലാമാലിനിയുടെ ലളിതോപാഖ്യാനത്തിൽ പറയുന്ന കഥയിൽ ഇതിന് ചുറ്റും എത്രയാണ്? 30 യോജന ഉയരം, 100 യോജന പരിധി, അത്രയും ഉയരത്തിലും പരിധിയിലും. അപ്പൊ എന്ത് 30 യോജന ഉയരം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? അതുപോലെ 100 യോജന വിസ്താരത്തിലാണ്. അങ്ങനെ ഒരു അഗ്നിക്കോട്ട ഉണ്ടാക്കി അമ്മയെ രക്ഷിച്ചു എന്ന് പറയുന്ന ആ ലളിതോപാഖ്യാനത്തിന്റെ കഥയുടെ മന്ത്രാണ് ഇവിടെ ജ്വാലാമാലിനികാക്ഷിപ്തവന്നി പ്രാകാരമധ്യക. ജ്വാലാമാലിനികാക്ഷിപ്ത വരണം, വന്നി, അത് ശ്രദ്ധിക്കണം. പ്രാകാരമധ്യ, വന്നി കഴിഞ്ഞിട്ടുള്ള കുറച്ച് ശക്തിയോടെ ചൊല്ലാം. വന്നി പ്രാകാരമധ്യക, ധ്യകാവരുത്, ധ്യകാവണം. ഈ രണ്ട് മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാകാം. ഇല്ലെങ്കിൽ അടുത്തതിലേക്ക് കിടക്കാൻ വിരോധമൊന്നുമില്ല. എന്തെങ്കിലും സംശയം? ഒരു സംശയം, ഈ ജ്വാലാമാലിനിക എന്ന് പറഞ്ഞിട്ട് എന്താ മുറിക്കാൻ പറഞ്ഞത്? അല്ല, ജ്വാലാമാലിനിക എന്നാണ് പേര്. ഈ കപ്രത്യം ചേരുമ്പോഴെല്ലാം അത് എന്താണ് ഒരു വ്യാഖ്യാനത്തിൽ കാണുന്നില്ല. ജ്വാലാമാലിന്യ കാക്ഷിപ്ത എന്ന് പറയരുതെന്നാണ്. ജ്വാലാമാലിനി കാക്ഷിപ്ത എന്നല്ല, ജ്വാലാമാലിനികാക്ഷിപ്ത എന്നാണ്. അതാ ഞാൻ ഒരു സംശയം, ഈ ക്ഷിപ്ത എന്നതിന്റെ അർത്ഥം കൂടെ ഒന്ന് വിശദീകരിക്കുന്നു. ക്ഷിപ്ത എന്ന് പറഞ്ഞാൽ എന്താ? ജ്വാലാമാലിനികാക്ഷിപ്ത അല്ലെ? അതായത് ക്ഷിപ്തം എന്ന് വെച്ചാൽ ശരിക്ക് എറിഞ്ഞത്, അല്ലെങ്കിൽ വച്ചത്, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, കൃത്യമായിട്ടുള്ള ക്ഷിപ്തം പല അർത്ഥമുണ്ട്. ഇവിടെ നിർമ്മിക്കപ്പെട്ട, എറിയപ്പെട്ട, ക്ഷേപണം ചെയ്താന്നൊക്കെ അർത്ഥം വരിക. അത് ഞാൻ പറയാം, എന്ന് പറഞ്ഞു തരാം. എന്തായാലും ഇവിടെ നിർമ്മിക്കപ്പെട്ട എന്നൊരു അർത്ഥമേ ഉള്ളൂ ക്ഷിപ്തം. അപ്പൊ അതിനെ പറ്റി വേറെ പദം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ എന്തായാലും ഇത് പറയാം. ഇവിടെ ശരിക്ക് ഇവിടുത്തെ ഒരു അർത്ഥം കണക്കാക്കുമ്പോ നിർമ്മിക്കപ്പെട്ട, അല്ലെങ്കിൽ ഈ നിർമ്മിക്കാൻ പറ്റില്ല, അഗ്നി കൊണ്ടുള്ള നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണ്. അഗ്നി ഇങ്ങനെ ചുറ്റും വെതറാനേ പറ്റൂ. അതുകൊണ്ടായിരിക്കാം ഒരു നിർമ്മിക്കുക എന്നുള്ള വിഷയത്തിന് ക്ഷിപ്തമായി എന്നർത്ഥം. എറിഞ്ഞു, ചുറ്റും ഇങ്ങനെ വലയം ചെയ്തു, അല്ലെങ്കിൽ വികിരണം ചെയ്യപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം വരിക. ക്ഷിപ്ത എന്നുള്ളതിന് പ്രത്യേക അർത്ഥം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അടുത്ത ദിവസം പറയാം. നോക്കിയില്ല, ആക്ഷിപ്താന്നും മുറിയൂലേ? അങ്ങനെയുണ്ട്. രണ്ടും തെറ്റില്ല. ഇത് പല വ്യാഖ്യാനത്തിലും ശരിക്കും ജ്വാലാമാലിനി കാക്ഷിപ്ത എന്തായാലും വരില്ല. ജ്വാലാമാലിനിക ക്ഷിപ്ത എന്നുള്ളത്, ഇപ്പൊ അവിടെ ഈ ആക്ഷിപ്ത എന്ന് വരാൻ വഴിയില്ല എന്ന് പറയാൻ കാരണം അവിടെ ജ്വാലാമാലിനിക എന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു അകാരം വന്നാൽ അതിന് മറ്റേ എഫ് പോലുള്ള ഒരു അക്ഷരം ഇടേണ്ട വരും. ഇല്ലെങ്കിൽ ആ എന്ന് ജപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്ഷിപ്ത എന്ന് തന്നെയാണ് നല്ലത്. കാരണം ജ്വാലാമാലിനിക എന്ന് ദീർഘമുണ്ട്. അതിന്റെ കൂടെ ഒരു അകാരം കൊണ്ട് വന്ന 3 അകാരം എങ്ങനെ ചൊല്ലും എന്ന് അറിയാതെ വരുമ്പോഴാണ് ആ അകാരത്തിന് വേണ്ടിയിട്ടാണ് ഒരു എഫ് പോലെ ഒരു ചിഹ്നം ഇടും. ആ ചിഹ്നം സഹസ്രനാമത്തിൽ അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ക്ഷിപ്തം തന്നെ ജ്വാലാമാലിനിക്കയാൽ. ഇപ്പൊ മാലിനിക എന്ന് വെച്ചാൽ അർത്ഥമൊക്കെ തന്നെ ദേവിയുടെ ഭാവം കൊണ്ടാണ്. ജ്വാലാമാലിനി എന്ന് പറയുന്ന ദേവതയുടെ ധ്യാന ശ്ലോകം നീ നോക്കേണ്ടി വരും. ഞാൻ നോക്കട്ടെ, ജ്വാലാമാലിനിക്കയും ജ്വാലാമാലിനിയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ചോദിക്കണം. അപ്പോഴാണ് അറിയാനുള്ള ആഗ്രഹം പലർക്കും അങ്ങനെ ചോദിക്കുമ്പോഴാണ് അടുത്ത പ്രാവശ്യം പറഞ്ഞു തരാൻ സാധിക്കും. നമുക്കതിന്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് ഒരു ജ്വാല എന്ന് പറയുന്ന വിഷയത്തിലേക്ക് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഈ ദേവിയുടെ ചുറ്റുമുള്ള അഗ്നിപ്രാകാരം എന്താണെന്നൊക്കെ ആലോചിച്ച് ഒരുപാട് താന്ത്രികമായിട്ടുള്ള ഉപാസനയിലേക്ക് പോകുന്നത്. ഇവിടെ രാജമാതംഗി ഉപാസനയും വാരാഹി ഉപാസനയും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ജ്വാലാമാലിക എന്നുള്ള, അപ്പൊ ഇതിനകത്ത് സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കൃഷ്ണപക്ഷത്തില്, ശുക്ലപക്ഷത്തില് ചതുർദശി നല്ലതാണ്. ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ചിന്തിക്കാം.
അതുപോലെ കൃഷ്ണപക്ഷത്തിലെ ദ്വിതീയക്കും ഉണ്ട്. അന്നൊക്കെ ജ്വാലാമാലിനി എന്ന ദേവിയുടെ ശക്തി ഉള്ള കാലമാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കാന്നല്ലാതെ എന്തായാലും ഇത് ജ്വാലാമാലിനിക ആക്ഷിപ്ത എന്ന് അങ്ങനെ വ്യാഖ്യാനം പല ഗ്രന്ഥത്തിലുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അത് പിരിക്കാൻ പറ്റില്ല. ജ്വാലാമാലിനിക ക്ഷിപ്ത വന്യപ്രാകാര മധ്യക എന്നാണ്. ക്ഷിപ്തം എന്ന് വെച്ചാൽ എറിയപ്പെട്ടത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം. ആ ഒരു ലളിതോപാഖ്യാനത്തിൽ ആ കഥയുടെ ഒരു മന്ത്രമാണ്. വേറെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ രണ്ട് ശ്ലോകം ഇടയ്ക്ക് നിർത്താതെ ഒറ്റ അടിക്ക് ആ ഒരു വരി ചൊല്ലി തീർക്കണം എന്നല്ലേ? എന്താ പറയാ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ജ്വാലാമാലിനിക ക്ഷിപ്ത വന്യപ്രാകാര മധ്യക എന്ന് ആ ട്യൂൺ നിർത്തിയാൽ തന്നെ നിങ്ങൾ രക്ഷ. ജ്വാലാമാലിനിക ക്ഷിപ്ത വന്യപ്രാകാര മധ്യക. ആ മധ്യകയാണ് അവിടുത്തെ പ്രധാനം. മധ്യയുടെ വിശേഷനാണ്. കിരിചക്രരഥാരൂഢദണ്ഡനാഥ പുരസ്കൃത. ഒരുമിച്ച് തന്നെ ചൊല്ലണം. ഇടയ്ക്ക് അത് അടുത്ത ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഈശ്വര അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥം വ്യത്യാസം വരും. ദൗർഭാഗ്യ തൂലവാ തൂല എന്നുള്ള മന്ത്രമൊക്കെ ദൗർഭാഗ്യ തൂലവാ തൂല എന്നൊക്കെ ചൊല്ലുന്നേ. ഞാൻ എന്ത് തൂലാണ്? ആ ദൗർഭാഗ്യ തൂലവാ തൂലം, ദൗർഭാഗ്യ തൂലവാ തൂല എന്നാണ് ശരിക്കത്. അത് ആ സമയം പഠിക്കാൻ നോക്കാം. അപ്പൊ അതുപോലെ ഇവിടെ ഇതൊറ്റ മന്ത്രമാണ്. ജ്വാലാമാലിനിക ക്ഷിപ്തവന്നി പ്രാകാരം അങ്ങനെ ചൊല്ലരുത്. ജ്വാലാമാലിനിക ക്ഷിപ്തവന്നി പ്രാകാര മധ്യക. ആ മധ്യക എന്നുള്ളതിനാണ് അമ്മയുടെ ഭാവമുള്ളത്. എളുപ്പം ചൊല്ലാൻ വേണ്ടി ഇങ്ങനെ മുറിച്ചാ മിക്കവാറും ചെല്ലുന്നത്. എന്താണെന്നറിയാമോ ഈ പ്രശ്നം എന്താ വെച്ചാല് ഈ ആടലും പിന്നെ ഒരു നമുക്കൊക്കെ ഒരു ട്യൂണുണ്ട്. അത് അങ്ങനെ പോരാ. ഇത് സംസ്കൃതമാണ്. അതുമല്ല അത്ര ശക്തിയുള്ള മന്ത്രമാണ്. ഇപ്പൊ ശരിക്കും ജ്വാലാമാലിനിക ക്ഷിപ്ത വന്യപ്രാകാര മധ്യക എന്ന് ചൊല്ലും. അങ്ങനെ ചൊല്ലുമ്പോഴാ കുഴപ്പം. അറിവില്ലാത്ത കൊണ്ട് തന്നെയാണ് അങ്ങനെ ചൊല്ലുമ്പോ. അല്ല, അറിവില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ അങ്ങനെയൊക്കെ ആയിപ്പോയി. ഇപ്പൊ തൊടുതൂടെ നല്ല ഇപ്പ എന്ന് പറയുന്ന അതേ ട്യൂണിൽ ഇത് ചെല്ലിയേ പറ്റുള്ളൂ. ഇവിടെ ദേവതയുടെ പേര് ജ്വാലാമാലിനി എന്നാണോ ജ്വാലാമാലിനിക എന്നാണോ ദേവതയുടെ പേര്? ജ്വാലാമാലിനി എന്നാണ്. അവിടെ എന്തുകൊണ്ടാണ് ആ കപ്രത്യം വന്ന് ഞാൻ അന്വേഷിച്ച് അടുത്ത പ്രാവശ്യം പറയാം. കാരണം ജ്വാലാമാലിനിക എന്ന് തന്നെയാണ് അവിടെ ദേവിയുടെ പേരായിട്ട് തോന്നുന്നത്. സ്വാർത്ഥനി കപ്രത്യം വന്നു കഴിയുമ്പോ അങ്ങനെ പറയാമോ? പിന്നെ എല്ലാവരും മ്യൂട്ട്, ആരെങ്കിലും ഒരാൾ മാത്രം. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, എന്നാ വേറൊരു സംശയം ചോദിക്കട്ടെ. കഴിഞ്ഞ കാര്യമാണ്. ലക്ഷ്യരോമ ലതാധാര സമുന്നേയ മധ്യമ എന്നുള്ളതിന് ലക്ഷ്യധാരതോ സമുന്നേയ മധ്യമ എന്ന് ചെല്ലുന്നത് കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ല. ലക്ഷ്യരോമ ലതാധാരതോ സമുന്നേയ മധ്യമ. അല്ല, ആ തോ വരില്ല. ഇല്ല, ഞാൻ വരുന്നല്ല പറയാം. ഞാൻ അങ്ങനെ ഒരാൾ ചെല്ല കേട്ടിട്ടില്ല. അങ്ങനെ വന്നാൽ എങ്ങനെ മുറിക്കും? അല്ല, അതാണ് എനിക്ക് അറിയാത്ത. അത് സംശയം. ലക്ഷരോമം, രോമത്തിന്റെ ലക്ഷ്യം കണ്ടാൽ, അതായത് അമ്മയുടെ ആ പൊക്കിളിന്റെ അവിടുന്ന് താഴോട്ട് പോകുന്ന ആ രോമങ്ങളുടെ ലക്ഷ്യം അത്ര എന്താ പറയണ്ടേ, നല്ല വളർച്ചയോട് കൂടിയിട്ടാണ് രോമം പോകുന്നത്. അങ്ങനെ പോകുന്ന കണ്ടാൽ അതിന്റെ ആധാരത, അതിന്റെ അങ്ങേയറ്റം, അതിന്റെ ആധാരത്തിന്റെ ലക്ഷരോമലത സമുന്നേയ മധ്യമ. അതായത് ചിന്തിക്കാൻ പറ്റും, എങ്ങനെ കാണാൻ പറ്റില്ല. കാരണം വളരെ പവിത്രമായ ഗുഹ്യമായ രഹസ്യമായ സ്ഥലമാണ് മധ്യകം. അതായത് യോനി പ്രദേശം എന്നർത്ഥം. അവിടുത്തെ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാവുന്നത് അങ്ങോട്ട് അത്ര ആഴത്തിലെ ഈ രോമം അങ്ങോട്ട് വളർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര ആഴമായിരിക്കും എന്നാണ് വശിന്യാദി വാർത്തകൾ പറഞ്ഞത്. ആധാരത്തോ എന്ന് പറഞ്ഞാൽ അതിനെ മുറിച്ചാൽ ആധാരത എന്ന് വിസർഗമായ പുല്ലിംഗമായി പോകും. ഇത് തെറ്റെന്ന് എനിക്ക് അല്ല, ഞാനിത് വേറെ ഒരാൾ ചെല്ല കേട്ട് യൂട്യൂബിലുള്ളതാണ്. ആരാന്ന് ഞാൻ പറയുന്നില്ല. ശരിയാവില്ല. അത് ഞാൻ പറയുന്നില്ല. ആരാന്ന് ഞാൻ പറയുന്നില്ല. പറയണ്ട ഈശ്വര, അത് പറയണ്ട.
അപ്പൊ ലക്ഷരോമലത ആധാരതാ സമുന്നയ മധ്യമ തന്നെ ശരി. എല്ലാ സഹസ്രനാമത്തിലും അങ്ങനെയാ. തോ വന്നു കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോ അങ്ങനെ കേൾക്കേണ്ടി വന്നാൽ ഞാൻ അതെങ്ങനെയാണ് പറയുന്നത് പോയാവണെന്ന് ചോദിച്ചാൽ മതി. അപ്പോ സ്വരല്ല. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് ചേട്ടാ ഒരു സംശയമുണ്ട്. ഓ ഇതിലൊക്കെ നമ്മൾ ഈ ലളിതാ സഹസ്രനാമം ചെയ്യുമ്പോ ക്ലിയർ ആവുന്നില്ല. ലളിതാ സഹസ്രനാമം നമ്മൾ ക്ഷേത്രത്തില് ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ഒച്ചത്തിൽ ജപിക്കണമെന്നോ അങ്ങനെ വല്ല നിയമമുണ്ടോ? വളരെ ഒച്ചത്തിൽ ജപിക്കണം. ഞാൻ വ്യക്തമായിട്ട് തുടക്കത്തിലേ പറഞ്ഞു, ലളിതാ സഹസ്രനാമ സ്തോത്രമാണ്. സ്തോത്രം സ്തോതും യോഗ്യമാണ്, സ്തുതിക്കാൻ യോഗ്യമായതാണ്. അപ്പൊ ഞാൻ അങ്ങയെ, ഈശ്വരനല്ലേ പേര്, അങ്ങയെ എങ്ങനെ സ്തുതിക്കുക എന്റെ മനസ്സില്? ഞാൻ ഇങ്ങനെ ഈശ്വരൻ മനസ്സിലാണ്, ചുണ്ടു പോലും അനക്കണില്ല. ഇങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് വല്ല സുഖമുണ്ടോ? ഒരു സുഖമില്ല. എന്താ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ? ഞാൻ ഉള്ളിൽ അങ്ങേ ഇങ്ങനെ പുകഴ്ത്ത ഞാൻ കേൾക്കണില്ലോ പറയും. സ്തുതി ഉറക്ക തന്നെ വേണ്ടതാ. അതുകൊണ്ട് സ്തോത്രങ്ങളെല്ലാം വൈഖരി രൂപത്തിൽ തന്നെ വേണം. മന്ത്രം ഉറക്ക ജപിക്കാൻ പാടില്ല, മനസ്സുകൊണ്ട് ജപിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് വേദസൂക്രം? ഇപ്പൊ വേദം ഇപ്പൊ സഹസ്രശീർഷാപുരുഷ സഹസ്രാക്ഷ എന്ന് ഞാൻ മനസ്സിൽ ചൊല്ലിയ എന്തൊരു ഗുണമുള്ളത്. അത് ശരിക്ക് ഉറക്കെ ചൊല്ലുമ്പോഴാണ് ഉദാത്തവും അനുദാത്തവും സ്വരിതവും ഒക്കെ വന്നിട്ട് അതിന്റെ അത് ഉറക്കെ തന്നെ വേണം. ആ വേദം ചൊല്ലി 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 അതിന്റെ വൈബ്രേഷനിലേക്ക്, ആ ഒരു നാദാന്തത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ്, നാദാന്തത്തിന്റെ അപ്പുറമുള്ള ബിന്ദുവിൽ എത്തുമ്പോഴാണ് ശ്രീചക്രത്തിൽ എത്തുക. അതാണ് രാമകൃഷ്ണ പറഞ്ഞു, നല്ലതാണ് നാദത്തിന്റെ പുറകെ പോയ നാദാന്തത്തിന്റെ അപ്പുറം അതിന്റെ ബിന്ദുവിലേക്ക് പോയിട്ട് അവിടെ പരയെ കാണാന്ന് പറഞ്ഞു. ആർക്കെങ്കിലും മനസ്സിലാവോ? സത്യം. അപ്പൊ ഇങ്ങനെ അതുകൊണ്ടാണ് ഭാഗവതത്തിലൊക്കെ ഹരയേ നമ മുച്യതേ സർവപാതകാൽ ഹരയേ നമ എന്ന് ഉറക്ക 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 ജപിച്ചാൽ എല്ലാ പാതകവും തീരും എന്ന് പറയുന്നത്. ഉറക്ക ജപിക്കുന്ന ശക്തിയുണ്ട്. ഉറക്ക ജപിക്കേണ്ടത് ഉറക്ക ജപിക്കും. ലളിതാ സഹസ്രനാമം മന്ത്രമല്ല, രഹസ്യനാമ സാഹസ്രം എന്നാണെങ്കിലും സ്തോത്രമാണ്. കാരണം കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളിലെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും പത്നി സമേതം വന്നിരുന്ന യക്ഷഗന്ധർവ കിന്നരന്മാരൊക്കെ വന്നിരിക്കുന്ന ഒരു വലിയ സദസ്സില് നേരത്തെ പ്ലാൻ ചെയ്ത ലളിതാ സഹസ്രനാമം അവർക്കെല്ലാം കേൾക്കാവുന്ന രീതിയിൽ ഉറക്കെയാണ് വശിന്യാദി വാഗ്ദേവതമാർ ചൊല്ലിയത്. അപ്പൊ പിന്നെ ചൊല്ലാലോ. അപ്പൊ സാറെ കീർത്തനങ്ങൾ നമ്മൾ ഉറക്കെ ചെല്ലണോ അതോ മനസ്സിൽ പറഞ്ഞാലും മതിയാവോ? നല്ല അടി വെച്ചിരുന്ന കീർത്തനം പിന്നെ ബാക്കി എന്തിനാ? എന്താ കീർത്തിക്കല്ലേ? എന്താണ് കീർത്തനം? എന്താ കീർത്തനത്തിന്റെ അർത്ഥം? ഭഗവാനെ കീർത്തിക്കുക. എനിക്ക് നല്ല സൽകീർത്തി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ജനങ്ങൾ മുഴുവനും മനസ്സിലാക്കുക, അദ്ദേഹം നല്ല സൽകീർത്തി. അങ്ങനെയല്ലോ, കീർത്തി അറിയപ്പെടേണ്ടതാണ്. കീർത്തി ശരിക്ക് ജനങ്ങൾ മൊത്തം അറിയുമ്പോഴാണ് കീർത്തിയാവുക. ആ ദുഷ്കീർത്തി ഉണ്ട്, സൽകീർത്തി ഉണ്ട്. അത് അപ്പൊ കീർത്തനം എന്ന് വെച്ചാൽ സ്തുതി എന്ന് തന്നെയാണ് അർത്ഥം, അല്ലേ? ആ ഭഗവാനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒക്കെ സ്തുതിയാണ്. അത് കേൾക്കുമ്പോ അതാണ് സ്തോത്രപ്രിയ, സ്തുതിമതി എന്നൊക്കെ വരുന്നുണ്ടല്ലോ. ഇതൊക്കെ എല്ലാം വന്നോളും, പിന്നീട് സംശയമൊക്കെ തീരും. കീർത്തനം എന്നുള്ളത് അമ്മയ്ക്ക് വേണമെങ്കിൽ മനസ്സിൽ ചൊല്ലിയാൽ മതി, ഉറക്കെയാണ് ചെല്ലേണ്ടത്. പിന്നെ അമ്പലത്തിലൊക്കെ ആകുമ്പോഴും മറ്റുള്ളവർക്ക് ഒരു ശല്യമാകുമല്ലോ എന്ന് വിചാരിച്ച പതുക്കെയാണ് കൂടുതൽ ശ്രദ്ധ, അവരുടെ ശ്രദ്ധ. അതല്ല, ഇതിപ്പോ കീർത്തനം നമ്മൾ സ്വന്തം ഇല്ലത്തോ അല്ലെങ്കിൽ കീർത്തനം ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഒരു വേദിയിലല്ലേ ചെല്ലേണ്ട കാര്യമുള്ളൂ. എന്താ ഏത് കീർത്തനത്തിന്റെ കാര്യ പറയുന്നേ? ഹരിനാമ കീർത്തനവും ഇങ്ങനെ എല്ലാം ഒരു ചിട്ടയായിട്ട് ജപിക്കും. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ലളിതാ സഹസ്രനാമത്തിന്റെ ആളാണ്, അമ്മ വിഷ്ണു സഹസ്രനാമത്തിന്റെ ആളാണ്. നമ്മൾ ചിലപ്പോൾ വടക്കുന്നാന്റെ അടുത്തോ അല്ലെങ്കിൽ മൂകാംബികയിലോ ചോറ്റാനിക്കലോ ഗുരുവായൂരോ എവിടെയെങ്കിലും അടുത്തടുത്തിരിക്കുക, പരിചയമൊന്നുമില്ല.
ഞാൻ പതുക്കെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി. അപ്പൊ വിശ്വം വിഷ്ണു വഷട്കാരോ എന്ന് തുടങ്ങിയാൽ ആർക്കാ സമാധാനം ഉണ്ടാവുക? അപ്പൊ മത്സരായി, ഒരു നോട്ടൊക്കെ ആവും പിന്നെ. അതെ, മറ്റുള്ളവരെ കാണിക്കാനല്ല. അപ്പൊ വിശ്വം വിഷ്ണു വഷട്കാരോ, ശബ്ദത്തിന്റെ വേരിയേഷൻ വരാം, പക്ഷെ പതുക്കെ ചെല്ല, അയാൾ കേട്ടപ്പോൾ അതും പ്രശ്നമാണ്. എല്ലാം മറന്ന് വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂത ഭവ്യ ഭവത് പ്രഭു എന്ന് ചൊല്ലണ സമയത്ത് മറ്റ് ജപിക്കുന്നവർ മാറി നിൽക്കും, അത് ജപിക്കാതിരിക്കും, നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടും. നമ്മൾ ഈ സമൂഹമായതുകൊണ്ടാണ്. കീർത്തനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക്, ഒരു സാധകൻ, ഒരു ഭക്തന് ഈശ്വരനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അതിന് മറ്റുള്ളവർക്ക് വിഷമാവോന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത് ഈശ്വരീയതയല്ല. പിന്നെ നമ്മളിങ്ങനെ കരുത് ബഹളം വെക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു അസ്വസ്ഥത വേണ്ട, നാം ജപിക്കാണ്ടിരിക്കുക. പക്ഷെ പതുക്കെ ജപിക്കുക, ഉള്ളില് ഒന്നായ ദിന്നേക രണ്ടെന്ന് കണ്ടളവിൽ ഉള്ളിൽ ചൊല്ലിട്ടാ എന്ത് ഭേദമല്ല, അതിനകത്ത് തത്വമൊന്നുമില്ല. ഉറക്കെ ജപിക്കുമ്പോ അർത്ഥസ്മരണയോട് കൂടിയിട്ട് ജപിക്കുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരെ ആവുന്നുണ്ട്. മന്ത്രം ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മളിപ്പോ നമുക്ക് വേണ്ടി ഒരു അർച്ചന നടത്തുന്നു, അപ്പൊ അത് ഇപ്പൊ എല്ലാരും ശ്രീകോവിലിൽ നിന്ന് ഉറക്കെയാണ് ഈ ജപിക്കുന്നത്. അതിനോട് അത് സഹസ്രനാമം ഉറക്കെ ജപിക്കണം, മന്ത്രം ഉറക്കെ ജപിച്ചുകൂടാ. അല്ല, നമുക്ക് വേണ്ടി ഒരു അർച്ചന നടത്തുമ്പോ ശ്രീകോവിൽ ശാന്തി എന്ന് ഉറച്ച് ജപിച്ച് ഇപ്പൊ ഈ അടുത്ത കാലത്ത് അതിങ്ങനെ കേൾക്കുന്നു. ഒന്നാമത്തെ എന്താ വിഷയം എന്ന് വെച്ചാൽ, സഹസ്രനാമ അർച്ചനയ്ക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗ്യസൂക്ത അർച്ചനയ്ക്ക് കൊടുത്തിട്ട് അകത്ത് കൊണ്ടുപോയി ഭാഗ്യസൂക്തം അറിയാവുന്നുണ്ട്, പ്രാതരത്നം ചെറിയ രീതിയിലൊക്കെ ചൊല്ലി, ശരിക്കും ഭാഗ്യസൂക്തത്തിന് അർച്ചനയ്ക്ക് കൊടുത്താൽ ശരിക്കും പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഭവാമഹേ എന്ന രീതിയിൽ തന്നെ ഉറക്കെ ജപിക്കണം. അത് വേദമാണ്. അത് ഭഗവാന്റെ അടുത്ത് നിന്ന് മാത്രമല്ല, ഗണപതി ഹോമത്തിനാണെങ്കിലും ഭഗവത്സേനയ്ക്കാണെങ്കിലും ഒക്കെ ഇത് വേണം. പക്ഷേ ഒരു മന്ത്രം, ഇപ്പൊ സ്വയംവര പുഷ്പാഞ്ജലി, ഓം ഹ്രീ യോഗിനി യോഗിനി, അത് പാടില്ല. അത് ചുണ്ടനക്ക് മനസ്സിൽ അതിന്റെ സ്പന്ദനം മനസ്സിലാക്കിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണോ സങ്കല്പിച്ചാൽ ആരും കേൾക്കാനുണ്ടാവില്ല. അങ്ങനെ ഒരു വിചാരമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. മന്ത്രം ഉറക്കെ ചെല്ലാൻ പാടില്ല. ഇപ്പൊ എല്ലാവരും ശിവന്റെ അമ്പലത്തിലൊക്കെ എന്തൊക്കെയാ ഓം സ്ഫുര സ്ഫുര അപ്രസ്ഫുര എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം കേൾക്കാറുണ്ട്. അല്ല, ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഏതാ ശരി, എന്താണ് അതിന്റെ എഫക്ട് ഒന്നും അറിയില്ല. ഇതിലൊക്കെ അവസാനം ബുദ്ധിമുട്ട് അനുഭവിക്കും. അവിടെയാണ് പ്രശ്നം. എന്തായാലും സ്തോത്രം ശീലകത്തായാലും പുറത്തായാലും സൂക്തങ്ങളും കീർത്തനങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ഉറക്കെ ജപിക്കേണ്ടതാണ്. ഉറക്കെ ജപിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാവണം, അതിനുള്ള വേദി ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്കൊരു മന്ത്രം ജപിക്കണം, ഒരു വിഷ്ണു സഹസ്രനാമം ജപിക്കണം, ഗുരുവായൂർ പോയപ്പോ കാണാതറിയില്ല, ഏതെങ്കിലും ഒരു മൂല ഇരുന്നുകൊണ്ട് നമുക്ക് കേൾക്കുന്ന ശബ്ദത്തിൽ ജപിക്കാലോ. അല്ലാതെ ലോകത്തിന് മുഴുവനും കേൾക്കുന്ന ശബ്ദത്തിൽ മയക്ക് കെട്ടിയിട്ടൊന്നല്ലല്ലോ. ഇപ്പൊ ഉറക്കെ ജപി, ശ്രീമാതാ അത്രയും വേണ്ട, ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്ന് ജപിക്കാലോ. ഉറക്കെയാണല്ലോ. നമ്മുടെ ഈ ഉറക്കെ എന്ന് പറയുന്നതൊക്കെ വ്യത്യാസമാണ്. കാരണം അത് ശബ്ദം പുറത്തേക്ക് വന്ന വൈഖരിയായി. അത് വരുന്നുണ്ട്. വൈഖരി എന്താണ്, ഒക്കെ മദ്യം എന്താണ്, പര എന്താണ്, പശ്യന്തി എന്താണൊക്കെ ലളിതാ ശാസ്ത്രത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ പഠിക്കാം നമുക്ക്. എന്തായാലും മന്ത്രമാണെങ്കിൽ വേദം പോലും ഉറക്ക വേണം. ആ വേദത്തിൽ പോലും ചില മന്ത്രങ്ങള് പതുക്കെ ജപിക്കണേ എന്ന് പറഞ്ഞതൊക്കെ ഉണ്ട് ഇല്ലേ. ആ നമ്മുടെ യജുർവേദികളുടെ ഒക്കെ പ്രായശ്ചിത്തത്തില് ഒരു സ്ഥലത്ത് വരുമ്പോ വളരെ പതുക്കെ ജപിച്ചാൽ മതി. അവിടെ എന്തിനാന്നും പറഞ്ഞു തന്നിട്ടില്ല, അത് നമ്മൾ പതുക്കെ ജപിക്കും. ഇപ്പോ സ്തോത്രം, സൂക്തം, കീർത്തനം ഇതൊക്കെ ഉറക്കെ ചൊല്ലിയാലാണ്, കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഭാഗവതം പിന്നെ പതുക്കെ ചൊല്ലിയാ പോലെ. ഭാഗവതം വായിച്ച് കേൾപ്പിക്കണം തന്നെയാണ്. ഗേഹേ ഗേഹേ ജനേ ജനേ എന്നാണ്. എല്ലാ വീടുകളിലും എല്ലാ ജനങ്ങളുടെ അടുത്തും പോയിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അവിടെ കേൾക്കാൻ നമ്മൾ മാത്രമല്ല, മുക്തി കിട്ടാത്ത എല്ലാ ആത്മാക്കളും വന്ന് കേൾക്കാനുണ്ടാവും. അപ്പൊ ഉറക്കെ തന്നെ ജപിക്കണം. അതിന്റെ കഥകളൊക്കെ നന്നായിട്ട് പറയണം. അത് ഇന്നത്തെ പോലെ ഒരു ബാലയും ഒക്കെ നടത്തലല്ല, അതിന്റെ ആ മന്ത്രസ്പന്ദനം ഏൽക്കണം. അതുപോലെ ലളിതാ സഹസ്രനാമം ഉറക്കെ തന്നെ ജപിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് തെറ്റിപ്പോവരുത് എന്ന് പറയുന്നത്. തെറ്റിയാ തീർന്നു. അപ്പൊ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഈ എന്താ പറയണ്ടേ, 27 ശ്ലോകങ്ങൾ ആരെ കൊണ്ടെങ്കിലും ഒന്ന് ഞാൻ ചെല്ലിക്കും. തെറ്റാതെ ഒരാള് ചെല്ലിയാൽ മതിയല്ലോ, എല്ലാവർക്കും ഒരു ഉറപ്പുണ്ടാവും. വേറെ എന്തായാലും 10:05 നിർത്താം. ഇന്നത്തെ ഇത് ഒരുപാട് പറഞ്ഞാലും ശരിയാവില്ല. അടുത്ത മന്ത്രം അടുത്ത ദിവസം ആവാം.
എന്തായാലും 71 മന്ത്രം കഴിഞ്ഞു, 27 ശ്ലോകം കഴിഞ്ഞു. എന്തായാലും എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. ശരിക്കും നന്നായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളല്ല, എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ ഇപ്പൊ ജ്വാലാമാലിനിക എന്ന് പറഞ്ഞില്ലേ, ഞാൻ അന്വേഷിക്കാം. ഞാൻ വെച്ചാൽ അങ്ങ് ചൊല്ലിപ്പോയി ആരും ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും അന്വേഷിക്കാം, അറിയേണ്ടതാണ്. വേറെ എന്തെങ്കിലും ഇല്ലല്ലോ, ഞാൻ നിർത്താം. നമസ്തേ ആചാര്യ. ഈ